ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം. ദ ഗോസ്പൽ ഓഫ് സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 49. ബൈബിളിലുള്ള എല്ലാവരും എടുത്താട്ടെ, എല്ലാ കുട്ടികളും ഉൾപ്പെടെയുള്ള ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം 49-ാം വാക്യം. ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം 49. ഇതൊരു പ്രീച്ചിങ് ആയിരിക്കും, അതോടൊപ്പം ടീച്ചിങ് ആയിരിക്കും. ടീച്ചിങ്ങും പ്രീച്ചിങ്ങും ഒരുമിച്ച് പ്രാപിപ്പാൻ, കേൾപ്പാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. ലൂക്കോസ് 2:49. എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട് ശബ്ദമുയർത്തി വായിച്ചേ, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശു കർത്താവ് 12-ാം വയസ്സിൽ ദേവാലയത്തിലിരിക്കുമ്പോൾ സ്തോത്രം പറഞ്ഞതായ ഒരു സെൻറ്റൻസാണ് നാം വായിച്ച് കേട്ടത്. ഈ നല്ല ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ഞാൻ ദൈവത്തിൻ്റെ മകൻ, അല്ലെങ്കിൽ ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെ മകൻ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഏകദേശം 300-ൽ-അധികം ടൈറ്റിലുകൾ നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ കാണുവാൻ കഴിയും. ഹൂ ആർ യു ഇൻ ക്രൈസ്റ്റ് ജീസസ്? ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ്? ക്രിസ്തുവിൽ നിങ്ങൾ മിനിസ്റ്റേഴ്സ് ഓഫ് റിക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷകരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ ജയോത്സവമായി നടക്കുന്നവരാണ്. ക്രിസ്തുവിൽ നിങ്ങൾ മോർ ദാൻ കോൺകേഴ്സ്, സ്തോത്രം, അതെ, പൂർണ്ണ ജയം പ്രാപിക്കുന്നവരാണ് എന്നൊക്കെ തുടങ്ങി നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ലിസ്റ്റിൽ ഒന്നാമതായി പറവാൻ കഴിയുന്നതായ കാര്യമാണ് ഞാൻ ദൈവത്തിൻ്റെ മകൻ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ദൈവത്തിൻ്റെ മകൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, അതൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ചോദ്യങ്ങളുടെ ഒരു കലവറയാണ് വേദപുസ്തകത്തിൽ ഒരറ്റം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 ആഴ്ച മുമ്പ് ദൈവം ആദാമിനോട് ചോദിച്ചു, ആദാമേ നീ എവിടെ? സ്തോത്രം. വീണ്ടും ദൈവം കയീനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? സ്തോത്രം. ഇന്ന് കർത്താവ് യേശു ക്രിസ്തു 12-ാം വയസ്സിൽ മാതാപിതാക്കളോട് ചോദിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിൻ ഉള്ളതിൽ ഇരിക്കേണ്ടത് അല്ലയോ? ഒരു ചോദ്യമത്രേ. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾക്കൊരു ചോദ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പക്കൽ ഒരു ഉത്തരമുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് ആ ചോദ്യം വരുന്നതിന് മുൻപേ ദൈവത്തിൻ്റെ കലവറയിൽ ഉത്തരം ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഉത്തരം ദൈവത്തിൻ്റെ പക്കൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അറിയാതിരിക്കെ ആ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്. ആ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളിയായി ദൈവം അനുവദിച്ചു എങ്കിൽ നിങ്ങളുടെ തല കുനിയുകയില്ല, നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയില്ല, നിങ്ങളുടെ ജീവിതം ചിതറിപ്പോകുകയില്ല. പകരം ദൈവത്തിൻ്റെ നാമം കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി നിങ്ങളുടെ ജീവിതത്തിൽ മഹത്വം എടുക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ദൈവം ചോദ്യങ്ങളെ തന്ന് കുഴപ്പിക്കുന്നവനല്ല, അവൻ ഉത്തരം നൽകി നിങ്ങളുടെ ജീവിതത്തെ പണിയുന്നവനാണ്. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളെ തുറച്ചു നോക്കുന്നവരുടെ മുൻപിൽ ഒരത്ഭുത വിഷയമായി ആർക്കും ഒന്നിനും ഒരുത്തർക്കും പൊളിക്കുവാൻ കഴിയാത്ത ക്രമത്തിൽ ദൈവം നിങ്ങളെ തല ഉയർത്തി അതിശയമായി വഴി നടത്തുവാൻ വേണ്ടി പോകുന്നു. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടത് അല്ലയോ? നമുക്കറിയാം, സ്തോത്രം, യേശു കർത്താവ് അത് ദൈവത്തിൻ്റെ പ്രിയ പുത്രനാണ്. ആദാം ദൈവത്തിൻ്റെ ക്രിയേറ്റഡ് സൺ, സൃഷ്ടിക്കപ്പെട്ടതായ പുത്രനാണ്. വേദപുസ്തകം പറയുന്നു, പുറപ്പാട് 4:1 വായിക്കുമ്പോൾ, സ്തോത്രം, അതെ, ഇസ്രായേൽ ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന് തിരുവചനം പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമ്മൾ പുതിയ നിയമസഭ, വി ആർ ദ അഡോപ്റ്റഡ് ചിൽഡ്രൻ ഓഫ് ഗാഡ്. നമ്മൾ ദത്തെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദത്തെടുക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ മക്കളാണ്. സ്തോത്രം. ക്രൂശിൽ സംഭവിച്ച ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങൾ ഒന്ന്, നാം ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീർന്നു എന്നുള്ളതാണ്. നമ്മുടെ പാപത്തെ ദൈവം ക്ഷമിച്ചു, നല്ലത്. യേശു കർത്താവ് നമ്മെ വീണ്ടെടുത്തു, നല്ലത്. ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതി. രക്ഷിക്കപ്പെട്ടത് നിമിത്തം നമ്മൾ സ്വർഗത്തിൻ്റെ പൗരന്മാരായി തീർന്നു. യേശു കർത്താവ് ഈ നാളുകളിൽ കടന്നു വരുമ്പോൾ നാം സ്വർഗത്തിൽ എത്തിച്ചേരുന്നു. എല്ലാം നല്ലത്. പക്ഷെ എന്തുകൊണ്ട് ഇതെല്ലാം സാധ്യമാകുന്നു? നാം ദൈവത്തിൻ്റെ മക്കൾ ആയിത്തീർന്നത് കൊണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആദാം ദൈവത്തിൻ്റെ മകനായിരുന്നു. എന്നാൽ ആദാം ദൈവത്തിൻ്റെ മുൻപിൽ പാപം ചെയ്ത് ദൈവസന്നിധി
വ്യക്തികളിൽ നിന്ന് വീണുപോയി. ആ സ്ഥലം ഗ്യാപ്പായി, ആ സ്ഥലം ശൂന്യമായി പോയി. ദൈവത്തിന് വേണമെങ്കിൽ കുറച്ച് ദൂതന്മാരെ, മാലാഖമാരെ, കെരൂബുകളെ, സെറാഫുകളെ ഒക്കെ സൃഷ്ടിച്ച് അതിനെ ഫിൽ ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് അപ്രകാരം ചെയ്തില്ല. ദൈവമായ കർത്താവ് സ്തോത്രം മാനവജാതിയെ സൃഷ്ടിച്ച്, സ്തോത്രം അതേ മാനവജാതിയിലൂടെ, ആദാമിൽ വീണുപോയെങ്കിലും മാനവജാതിയിലൂടെ തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. സ്തോത്രം ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരിക്കൽ കൂടെ, ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്നു. വായ്, കാരണം മനുഷ്യപുത്രരായ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ ആയി തീരുവാൻ. ആദാം പാപം ചെയ്ത് വീണപ്പോൾ നാം കേട്ടതാണ് ആഴ്ചകൾക്ക് മുമ്പ്. ആദാം പാപം ചെയ്ത് വീണപ്പോൾ ദൈവം നിലവിളിച്ചു, ആദാമേ നീ എവിടെ, ആദാമേ നീ എവിടെയെന്ന് പാപം ചെയ്ത് അകന്ന മാനവജാതിയെ നോക്കി ദൈവം നിലവിളിച്ചു. എന്നാൽ അകന്ന മനുഷ്യനെ ദൈവത്തോട് അടുപ്പിപ്പാൻ യേശു കർത്താവ് നിലവിളിച്ചു. മനസ്സിലാക്കണമേ, എപ്പോഴും നിലവിളിപ്പാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എന്തിനു വേണ്ടി? നിങ്ങളെ തിരികെ കിട്ടേണ്ടത് വേണ്ടി. പാപം ചെയ്ത് അകന്നു പോയതായ മനുഷ്യനെ നോക്കി പിതാവായ ദൈവം നിലവിളിച്ചുവെങ്കിൽ അകന്ന മനുഷ്യനെ അടുപ്പിക്കേണ്ടതിന് വേണ്ടി ക്രൂശിന്മേൽ യേശു കർത്താവ് നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? സങ്കീർത്തനം 22:1, മത്തായി സുവിശേഷം 27:46, മർക്കോസ് സുവിശേഷം 15:34, 3 വാക്യങ്ങൾ ഒരുപോലെ പറയുന്നു. അകന്നതായ മനുഷ്യനെ അടുപ്പിക്കേണ്ടതിന് വേണ്ടി യേശു കർത്താവ് ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് വേണ്ടി നിലവിളിച്ചു. ഏതോ വചനം പറയുന്നു, that was the supreme sacrifice. അതൊരു പരമയാഗം ആയിരുന്നു. ഇന്ന് പകൽ ദൈവകൃപയാൽ നിങ്ങളും ഞാനും ജീവനോടെ ആയിരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, യേശു ക്രൂശിന്മേൽ മരിച്ചത് കൊണ്ടാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായത് കൊണ്ടാണ്. നിങ്ങൾ കഴിച്ച ആഹാരമോ കുടിച്ച വെള്ളമോ, നിങ്ങളുടെ ഏതോ ത്രാണിയോ, നിങ്ങളുടെ ഏതോ പ്രാപ്തിയോ, നിങ്ങളുടെ ഏതോ സ്വാധീനമോ, നിങ്ങളുടെ ഏതോ കുടുംബമോ, നിങ്ങളുടെ ഏതോ മിടുക്കോ കൊണ്ടല്ല നിങ്ങൾ ജീവനോടെ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിങ്ങളെ നിലനിർത്തിയിരിക്കുന്നു. ആർക്കൊക്കെയോ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അതാണ് അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. തിരുവചനം പറയുന്നു, സ്തോത്രം, അങ്ങനെ കർത്താവ് നമ്മെ സ്തോത്രം ദൈവത്തിൻ്റെ മക്കൾ ആക്കി തീർത്തു. നമുക്കൊരപ്പനുണ്ട്, സ്തോത്രം. അതെ, നമ്മുടെ അപ്പൻ ജീവിക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്, അവൻ പരിപാലിക്കുന്നവനാണ്, അവൻ സംരക്ഷിക്കുന്നവനാണ്, അവൻ നമ്മെ ലജ്ജിക്കാതവണ്ണം വഴി നടത്തുന്നവനാണ്. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എൻ്റെ അപ്പനെന്ന്? ദൈവം എൻ്റെ പിതാവെന്ന് അറിയുന്നവർ, അനുഭവിക്കുന്നവർ കരങ്ങളെ ഉയർത്തി അവനൊരു മഹത്വം കൊടുത്താണ്. സ്തോത്രം. വേഗത്തിൽ ചില കാര്യങ്ങൾ ഓടിച്ചു പറയട്ടെ. ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ ചില വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ ഇന്ത്യയിലെ ഒരു ഹോട്ടൽ റൂമിലിരുന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ താൻ പ്രസംഗിക്കുന്ന അതേ ശബ്ദത്തിൽ, അതേ പഞ്ചിൽ, അന്യഭാഷകൾ തണ്ടറിംഗ് വോയിസിൽ സ്തോത്രം സംസാരിപ്പാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുൻപ് ഒരു ദൈവദാസൻ, ദൈവപൈതൽ എന്താണോ അനുഭവിക്കുന്നത് അതായിരിക്കും അവൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ സഭ അനുഭവിക്കുന്നത്. അവണ്ണം സ്തോത്രം വെള്ളച്ചാട്ടം പോലെ, തിരമാല ഉയരുന്നതുപോലെ അധരങ്ങളെ തുറന്ന് പരദൂഷണമല്ല പറഞ്ഞത്, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ താൻ മഹത്വപ്പെടുമ്പോൾ ആ റൂമിലേക്ക് ഇന്റൻസ് പ്രസൻസ് ശക്തമായി വ്യാപരിച്ചു. ദൈവത്തിന് മഹത്വമേഘം വന്നിറങ്ങി. ആത്മമണ്ഡലം തുറക്കപ്പെടുന്നത് താൻ ആത്മാവിൽ കണ്ടു. പെട്ടെന്നൊരു ദർശനത്തിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ നയിച്ചു. ഒരു ശക്തനായ, വളരെ സ്നേഹനിധിയായ, കരുതലുള്ളതായ, വാക്കുകൾ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാത്തതായ ഒരു പിതാവ് ഒരു കുഞ്ഞിനെ തോളിൽ ഇട്ട് സ്തോത്രം ആശ്വസിപ്പിക്കുകയാണ്. ആ തോളിൽ, അപ്പൻ്റെ തോളിൽ ഒരു കുഞ്ഞ് ഇതാ പറ്റിപ്പിടിച്ച് കിടക്കുകയാണ്. ആ കുഞ്ഞ് വളരെ റിലാക്സ് ചെയ്തിരിക്കുന്നു. സ്തോത്രം. ആ കുഞ്ഞ് വളരെ ആശ്വസിപ്പിക്കുന്നു. അപ്പൻ്റെ തോളിൽ ആശ്വാസത്തിന്മേൽ ആശ്വാസം അനുഭവിച്ച് സ്തോത്രം ആ കുഞ്ഞ് ആയിരിക്കുമ്പോൾ ഏതൊക്കെയോ വൈതരണികൾ, ഏതൊക്കെയോ സ്വാധീനങ്ങൾ, ഏതൊക്കെയോ സ്വഭാവമുള്ളതായ ക്ഷുദ്രജീവികൾ പോലെയുള്ള വ്യക്തികൾ ആ അപ്പൻ്റെ അടുക്കലേക്ക് വന്ന് ആ സ്വാധീനമുള്ളവർ ആ കുഞ്ഞിനെ ചോദിക്കുന്നു, എനിക്കിതാ, 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 എനിക്കിതാ. പക്ഷേ ആ കുഞ്ഞ് അപ്പനെ പറ്റിപ്പിടിച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, പാപ്പാ എന്നെ കൊടുക്കല്ലേ, പാപ്പാ എന്നെ കൊടുക്കല്ലേ, പാപ്പാ എന്നെ കൊടുക്കല്ലേ. ആ ദർശനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് ഞാൻ പറയട്ടെ, നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിക്കുവാൻ, നിന്നെ ഡീഫെയിൽ ചെയ്യുവാൻ, അശുദ്ധമാക്കുവാൻ
കൊല്ലുവാൻ, പിച്ചു ചിന്തുവാൻ ജഡം, ലോകം, പിശാച് വന്ന് ചോദിക്കുമ്പോൾ ഈ ഫാദേഴ്സ് ഡേക്ക് നിലവിളിച്ചു പറയട്ടെ, കർത്താവേ എന്നെ കൊടുക്കരുതേ, എന്നെ കൊടുക്കരുതേ. എൽ ഷഡായ്, എൽ എലിയോൻ, എലോഹീം, അഡോനായ് എന്നെ ചേർത്ത് അണച്ചാട്ടെ. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ പിതാവിലുള്ളതിൽ ഇരിക്കേണ്ടത് അല്ലയോ? സ്തോത്രം. വേദപുസ്തകം പറയുന്നു, പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടേയില്ല, കാരണം അവൻ അദൃശ്യനാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷം 1-19 പറയുന്നു, അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് കടന്നു വന്നു. ഒരിക്കൽ കൂടെ പിതാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ ആ പിതാവിനെ വെളിപ്പെടുത്തുവാൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. വായ് എബ്രായർ 1:3, കൊലോസ്യർ 1:15. He was the expressive image of Almighty God. അവൻ തനതായ ദൈവത്തിന്റെ പ്രതിമയും തത്വത്തിന്റെ മുദ്രയും സകല സൃഷ്ടിക്കും ആദ്യ ജാതനും ആകുന്നു. ഒരു പ്രവാചകന്, ഒരു ഭക്തന്, ഒരു വിശ്വാസ വീരന്, ഒരു പുരോഹിതന്, ഒരു രാജാവിന്, സ്തോത്രം, ആർക്കും പിതാവിനെ വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ആ പിതാവിനെ വെളിപ്പെടുത്തുവാൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സോ യേശു കർത്താവിലൂടെ നോക്കുമ്പോൾ പിതാവിന്റെ സ്വഭാവത്തെ, പിതാവിന്റെ നേച്ചറിനെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നു. സ്തോത്രം. തുടർന്ന് പിതാവിലേക്ക് നോക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ ഓടിച്ചു പറയട്ടെ, പിതാവിൻ്റെ 12 ഗുണങ്ങൾ. നിന്റെ അപ്പനെ കുറിച്ചാണ് എനിക്കിന്ന് പകൽ പറയാനുള്ളത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ എനിക്കൊരു അപ്പനുണ്ട്. എൻ്റെ ലോക്കൽ അപ്പനല്ല, എൻ്റെ വീട്ടിലെ അപ്പനല്ല, പകരം സ്തോത്രം എനിക്കും നല്ലൊരു പിതാവ് സ്വർഗത്തിൽ കൊണ്ട്. കരങ്ങൾ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. നിന്റെ പിതാവ് എങ്ങനെയുള്ളവനാണ്? നമ്പർ 1, യാക്കോബിന്റെ ലേഖനം 1:17 പറയുന്നു. യാക്കോബിന്റെ ലേഖനം 1:17 വായിക്കുമ്പോൾ, എല്ലാം നല്ല ദാനങ്ങളും തികഞ്ഞവരമൊക്കെയും വെളിച്ചങ്ങളിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, വെളിച്ചങ്ങളുടെ പിതാവ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്? വെളിച്ചങ്ങളുടെ പിതാവ്. കേട്ടില്ല, ഒരിക്കൽ കൂടെ. വെളിച്ചങ്ങളുടെ പിതാവ്, ദ ഫാദർ ഓഫ് ലൈറ്റ്സ്, വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവം വെളിച്ചങ്ങളുടെ പിതാവ്. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഇരുട്ടിന്റെ അധികാരി സാത്താൻ എങ്കിൽ ദൈവം വെളിച്ചങ്ങളുടെ പിതാവാണ്. യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 8:12. ഞാൻ ഇന്ന് ഒത്തിരി റെഫറൻസ് പറയുമായിരിക്കും, എഴുതുന്നവർ വേഗത്തിൽ എഴുതിയാട്ടെ. സ്തോത്രം. അതെ, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ബുദ്ധൻ പറഞ്ഞു പോലും ഞാൻ ഏഷ്യയുടെ വെളിച്ചമെന്ന്. എന്നാൽ യേശു കർത്താവ് അവൻ ലോക്കലല്ല. ഒരു നദിക്കും അവനെ അതിരിടുവാൻ കഴിയത്തില്ല, ഒരു സമുദ്രത്തിനും പർവ്വതത്തിനും അവനെ അതിരിടുവാൻ കഴിയത്തില്ല. യേശു കർത്താവിൻ്റെ ഫോണിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്ത് എന്നാർക്കും പറയാൻ കഴിയത്തില്ല. അവൻ പരിധിയില്ലാത്തവനാണ്. പരിധിയില്ലാത്ത കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ വെളിച്ചങ്ങളുടെ പിതാവ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ ഉളവാക്കിയ വെളിച്ചങ്ങളുടെ പിതാവ്. റോമർക്ക് ലേഖനം 4 അതിൻ്റെ 17 2 കൊരിന്ത്യർ ലേഖനം 4 അതിൻ്റെ സ്തോത്രം 6 റോമർ 4:17, 2 കൊരിന്ത്യർ 4:6 2 വാക്യങ്ങൾ ഒരുപോലെ പറയുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന്, അഥവാ ഇരുട്ടിൽ നിന്ന് ദൈവം സ്തോത്രം വെളിച്ചത്തെ ഉളവാക്കി. ഇരുട്ടിൽ നിന്ന് ദൈവം വെളിച്ചത്തെ ഉളവാക്കി. മറക്കല്ല്, വെളിച്ചങ്ങളുടെ പിതാവ് ഇരുട്ടിനെ നോക്കി ഇരുട്ടിനെ അളന്നില്ല. ഇരുട്ട് എന്ന് പറഞ്ഞില്ല. ഇരുട്ടിന്റെ വിസ്താരം ദൈവം നോക്കിയില്ല. പകരം ദൈവം ഇരുട്ടുള്ളപ്പോൾ തന്നെ ഇരുട്ടിനെ നോക്കി പറഞ്ഞു, ലെറ്റ് there be light, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, എലോഹീം സൃഷ്ടാവാം ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എങ്ങാണ്ട് നിന്ന്, എവിടെ നിന്നെന്ന് അറിയത്തില്ല. സ്തോത്രം. അതെ, വെളിച്ചം പ്രകാശിച്ചു, ഇരുട്ട് ഓടിപ്പോയി. ദൂത് ഇതാണ്. ശൂന്യമായിരിക്കാം ജീവിതം, ഒന്നും ഇല്ലാത്ത ഇല്ലായ്മയിലും വല്ലായ്മയിലുമായിരിക്കാം ജീവിതം. എന്നാൽ സ്തോത്രം, ഈ ജൂൺ മാസം 16 ദൈവകൃപയാൽ ഇല്ലാത്തത് നിന്റെ ജീവിതത്തിൽ സൃഷ്ടിപ്പാൻ ദൈവത്തിന് കഴിയും. ഓ കം ഓൺ. ഇല്ലാത്തത് നിന്റെ ലൈഫിൽ സൃഷ്ടിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കഴിയത്തില്ലായിരിക്കാം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവത്തിന് ഇല്ലാത്തത് നിൻ്റെ ലൈഫിൽ സൃഷ്ടിച്ച് നൽകുവാൻ തക്കോണം കഴിയും. ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലാത്ത ഒരു പോസ്റ്റ്, ഇല്ലാത്ത ഒരു പദവി ഏതൊക്കെയോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സിന് സൃഷ്ടിച്ച് നൽകുവാൻ ദൈവത്തിന് കഴിയും.
കാരണം അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തെ ഉളവാക്കിയവനാണ്. നിന്റെ കൂടെ പാർക്കുന്ന കുട്ടികളായിരിക്കാം, വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കാം. ഇല്ലാതിരിക്കുന്ന ജീവിതത്തിന്റെ വരുമാനത്തെ, ഇല്ലാതിരിക്കുന്ന നന്മകളെ നിന്റെ തലമുറയ്ക്കായി സൃഷ്ടിച്ച് നൽകുവാൻ ദൈവത്തിന് കഴിയും. കമാൻ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുന്നത് നല്ലത് കിട്ടിയത് കൊണ്ടായിരിക്കും. നല്ലത് കിട്ടിയവർ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ്. ഇല്ലാത്തത് സൃഷ്ടിപ്പാൻ കഴിവുള്ള ദൈവം എങ്ങനെ പറവാൻ കഴിയും? യോസെഫോ ദാനിയേലോ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും, ആരോ ഇരുന്ന് പെൻഷൻ പറ്റിയ സീറ്റിലല്ല ദൈവം ഞങ്ങളെ ഇരുത്തിയത്. ഒരിക്കൽ കൂടെ, ആരോ ഇരുന്ന് പൊടി പിടിച്ചു പോയ തുരുമ്പ് പിടിച്ച കസേരയിലല്ല ദൈവം ഞങ്ങളെ കയറ്റി ഇരുത്തിയത്. ആരും ഇരുന്നിട്ടില്ലാത്ത പുതിയ പോസ്റ്റിൽ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായി, നെബൂഖദ്നേസറിന്റെ ഗവർണറായി ദാനിയേലിനെ, അതിന് മുൻപ് യോസെഫിനെ ദൈവം കയറ്റി ഇരുത്തിയെങ്കിൽ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് നിനക്ക് സൃഷ്ടിച്ച് നൽകുവാൻ സ്റ്റിൽ വെളിച്ചങ്ങളെ പിതാവിന് കഴിയും. വെളിച്ചങ്ങളെ പിതാവ് ഇന്നും ചിലത് നിനക്കായി സൃഷ്ടിപ്പാൻ ശക്തിയുള്ളവനാണ്. ഇന്നും സ്തോത്രം, ഗെറ്റ് റെഡി. ആരും അനുഭവിക്കാത്തത്, ആരും കണ്ടിട്ടില്ലാത്തത്, ആരും ഇരുന്നിട്ടില്ലാത്തത്, ആരും കൈകാര്യം ചെയ്തിട്ടില്ലാത്തത് ദൈവത്തിൻ്റെ വിലയേറിയ കൃപയാൽ ദൈവം നിനക്കായി ചെയ്യുന്നു. കാര്യമെന്ത്? ഞാൻ ദൈവത്തിൻ്റെ മകൻ, ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. നമ്പർ 2, രണ്ടാമതായി പിതാവിൻ്റെ പ്രത്യേകത, ഈസ് ദ ഫാദർ ഓഫ് സോൾസ്. അവൻ ആത്മാക്കളുടെ പിതാവ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ അവൻ ആത്മാക്കളുടെ പിതാവ്. സ്തോത്രം, മനുഷ്യന് മാത്രമുള്ളതാണ് ആത്മാവ്. പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ആത്മാവില്ല. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് തുറന്നു നോക്കിയ പത്രത്തിൽ പട്ടി ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ വായിക്കാത്തത്, അല്ലെങ്കിൽ കോഴി തൂങ്ങിച്ചത്തു എന്ന് വായിക്കാത്തത്. അവർക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയാത്തത് അവർക്ക് ആത്മാവില്ല. എന്നാൽ മനുഷ്യന് ആത്മാവുണ്ട്. വായ്, കാരണം നമ്മുടെ പിതാവ് അവൻ ആത്മാക്കളുടെ പിതാവാണ്. എബ്രായർ 12:9 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. നമ്മുടെ ജഡം സംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങേണ്ടതല്ലയോ ആത്മാക്കളുടെ പിതാവ്? ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. എന്തോ പിതാവ്? ആത്മാക്കളുടെ പിതാവ്. ആത്മാക്കളുടെ പിതാവ് ആത്മാവിന് വേണ്ടിയാണ് എന്തെങ്കിലും ആദ്യം ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ, ആത്മാക്കളുടെ പിതാവ് നിന്റെ മനസ്സിനല്ല, നിന്റെ ശരീരത്തിനല്ല, നിന്റെ സമ്പത്തിനല്ല, നിന്റെ വീട്ടിലുള്ളതിനല്ല, നിന്റെ ഭാവിയിലുള്ളതിനല്ല, അങ്ങനെയുള്ള ഒരു കാര്യത്തിനുമല്ല ദൈവം എന്തെങ്കിലും ചെയ്യുന്നത്. ഈ ലോകത്തിൽ ഏതെങ്കിലും ഡോക്ടറുടെ അടുക്കലേക്ക് പോയാൽ, വൈദ്യൻ്റെ അടുക്കലേക്ക് പോയാൽ, അദ്ദേഹം വെളിയിൽ നിന്ന് അകത്തേക്കാണ് അദ്ദേഹം ചികിത്സിച്ചു നോക്കുന്നത്. നിന്റെ പൾസ് പിടിക്കും, നാക്ക് നോക്കും, നിന്റെ കണ്ണ് നോക്കും. സ്തോത്രം, വെളിയിൽ നിന്ന് അകത്തേക്കാണ് ഈ ലോകത്തിലെ ഡോക്ടർ തൻ്റെ ചികിത്സാ സമ്പ്രദായം, തൻ്റെ പരിപാടി ആരംഭിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നേരെ മറിച്ച്, വെളിയിൽ നിന്ന് അകത്തേക്കല്ല, അകത്തു നിന്ന് പുറത്തേക്കാണ് തൻ്റെ പരിപാടി ആരംഭിക്കുന്നത്. ഒന്നാമതായി അവൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ അവൻ രക്ഷിക്കുന്നു. ഓ ഹല്ലേലൂയ. 1 പത്രോസ് 1:9 പറയുന്നു, ആത്മാക്കളെ പിതാവ് അനന്തമായ ആത്മരക്ഷ നൽകുന്നു. 1 പത്രോസ് 1:9 അനന്തമായ ആത്മരക്ഷ നൽകുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അനന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും. എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മരക്ഷ. ഒരിക്കൽ കൂടെ, ആത്മരക്ഷ. സ്തോത്രം. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജനം വിടിവിക്കപ്പെടുന്നു, നല്ലത്. നിങ്ങൾ കൈവയ്ക്കുമ്പോൾ ആരൊക്കെയോ സൗഖ്യമാകുന്നു. നിങ്ങൾ കൗൺസിൽ ചെയ്യുമ്പോൾ ആരൊക്കെയോ യേശുവിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ പ്രവചിക്കുമ്പോൾ ദൈവകൃപയാൽ ആരൊക്കെയോ പണിയപ്പെടുന്നു. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക, നിങ്ങളുടെ അഭിഷേകത്തെ, നിങ്ങളുടെ സ്പിരിച്വൽ പൊട്ടൻഷ്യലെ, നിങ്ങളുടെ ടൈമിനെ വേസ്റ്റ് ചെയ്യല്ലേ. സ്തോത്രം. അവർ രക്ഷിക്കപ്പെടുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹമാകത്തുള്ളൂ. നിങ്ങളുടെ പ്രവചനം അവർക്ക് അനുഗ്രഹമാകുന്നത് അവർ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ വരുമ്പോൾ മാത്രമാണ്. അല്ലാതെ സ്തോത്രം, അതെ, അവൻ്റെ രോഗസൗഖ്യം കൊണ്ട്, അവൻ്റെ പ്രാപിക്കുന്ന അനുഗ്രഹം കൊണ്ട് അവൻ ഒരിക്കലും നന്നാകണമെന്നില്ല. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കൃപയിൽ അനുഗ്രഹിക്കപ്പെടുന്നത് അവൻ രക്ഷിക്കപ്പെടുവാനാണ്. കാരണം യേശു ഈ ലോകത്തിൽ വന്നത്, സ്തോത്രം, ആരുടെയോ രോഗസൗഖ്യം മാത്രം മാറ്റി, ആരുടെയോ പൈസയുടെ ബുദ്ധിമുട്ട് മാറ്റി അവനെ സമ്പന്നനാക്കാനല്ല യേശു വന്നത്. യേശു കർത്താവ് കടന്നു വന്നത് അവനെ ദൈവത്തിൻ്റെ മകനാക്കാൻ വേണ്ടിയാണ്, കൃപയാൽ അവനെ രക്ഷിപ്പാൻ വേണ്ടിയാണ്. സ്തോത്രം. തീമോഥെയോസിനെ നോക്കി പൗലോസ് പറയുന്നു, 1 തീമോഥെയോസ് 1:15 വായിക്കുമ്പോൾ, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മത്തായി സുവിശേഷം 20:28, മർക്കോസ് 10:45. സ്തോത്രം. യേശു തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ
മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയാകുവാൻ വേണ്ടി വന്നു. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. ജനം രക്ഷിക്കപ്പെടണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടണം. നിങ്ങളുടെ ഭവനത്തിൽ ഒരൊറ്റ വ്യക്തി പോലും സ്തോത്രം അതേ ദൈവകൃപയിൽ നിന്ന് അകന്നാകല്ല. നിങ്ങളുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെടാത്തവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ രക്ഷിക്കട്ടെ. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ മേൽ പരിവർത്തിക്കട്ടെ. നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ, തർക്കിക്കുമെങ്കിൽ വാദിക്കുമെങ്കിൽ അല്ല, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ തൊടും. ദൈവത്തിൻ്റെ ആത്മാവ് തൊട്ടാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവാത്മാവ് അവരെ കൺവിൻസ് ചെയ്യും. കൃപയാൽ ദൈവമായ കർത്താവ് അവരെ ആകർഷിക്കും, അവരെ രക്ഷിക്കും. സാധു സുന്ദർ സിംഗിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. സാധു സുന്ദർ സിംഗ് ഒരു സത്യാന്വേഷിയായിരുന്നു. അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഒരു ദൈവമുണ്ടോ? ഒരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണം. ഒരു ദൈവമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, അർദ്ധരാത്രിയിൽ ഒരു ട്രെയിൻ കടന്നു വരികയാണ്. ദൈവം എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ആ ട്രെയിനിൻ്റെ മുൻപിൽ ഞാൻ ചാടി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പോവുകയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞു. ദൈവമുണ്ടോ? മണിക്കൂറുകൾ കഴിഞ്ഞു. ആ ട്രെയിൻ ഇതാ വരാൻ നേരമായി. മിനിറ്റുകൾക്ക് മുമ്പ് ആ ട്രെയിനിൻ്റെ മുൻപിൽ ചാടും എന്ന് ചിന്തിച്ചതിൻ്റെ മിനിറ്റുകൾക്ക് മുൻപ് പുറത്ത് പ്രകാശിക്കുന്ന ഈ സൂര്യനേക്കാൾ വലിയൊരു തേജസ് ആ അർദ്ധരാത്രികൾ തൻ്റെ റൂമിൽ സ്തോത്രമാതി പ്രകാശിച്ചു. ആ പ്രകാശത്തിലേക്ക് താൻ ഉറ്റുനോക്കി. എന്നിട്ട് താൻ ഇങ്ങനെ ചോദിച്ചു, നീ ആരാകുന്നു? ആ പ്രകാശത്തിൽ ഒരു ശബ്ദമുണ്ടായി, ഞാൻ യേശുവാകുന്നു. ഇന്നും സ്തോത്രം അതേ ആ കർത്താവ് ജീവിക്കുന്നു. ഞാൻ യേശുവാകുന്നു. സാധു സുന്ദർ സിംഗ് ദൈവത്തിൻ്റെ കൃപയിലേക്ക് കടന്നു വന്നു. ശക്തനായ അപ്പോസ്തലനായി തീർന്നു. സ്തോത്രം. ലോകരാജ്യങ്ങളിൽ നിങ്ങൾ ഇന്നും സഞ്ചരിക്കുമ്പോൾ എന്നോട് അനേകർ ചോദിച്ചതുപോലെ നിങ്ങളോടും ചോദിക്കും, ഓ നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളവർ എന്ന് ചോദിക്കുമ്പോൾ അനേക രാജ്യക്കാർ ചോദിക്കും, നിങ്ങൾ സാധു സുന്ദർ സിംഗിനെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ പൂർവികർ സാധു സുന്ദർ സിംഗിനെ കണ്ടിട്ടുണ്ടോ? ദൂതിതാണ് സ്തോത്രം. സത്യത്തെ അന്വേഷിക്കുന്നതായ ഏതവൻ്റെ മുൻപിലും കർത്താവിന് ഇന്നും സംസാരിപ്പാൻ കഴിയാം. കർത്താവ് വ്യക്തികളോട് ഈ ദിവസങ്ങളിൽ ഇടപെടട്ടെ. ഒരു സൂര്യപ്രകാശത്തിന് കടക്കാൻ കഴിയാത്തിടത്ത് പരിശുദ്ധാത്മാവിനെ, യേശു കർത്താവിനെ അതേ പരിചയപ്പെടുത്തുവാൻ കഴിയും. ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയാതെ ആരുമില്ല. ദൈവത്തിന് സംസാരിപ്പാൻ കഴിയാതെ ആരുമില്ല. മനുഷ്യർക്ക് അപ്പോയിൻമെൻ്റ് എടുത്താൽ മാത്രമേ പലരോടും സംസാരിപ്പാൻ കഴിയത്തുള്ളൂ. എന്നാൽ രാജാധി രാജാവ്, കർത്താധി കർത്താവ്, ദൈവാധി ദൈവം ആരോട് സംസാരിക്കണമെങ്കിൽ അവൻ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട കാര്യം ഇല്ല. അവനോരോട് സംസാരിക്കേണ്ട നേരത്തെ സംസാരിക്കും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതാണ് ഈ ദിവസങ്ങളിൽ സ്തോത്രം അതേ ഒരു കാരണവശാലും വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലങ്ങൾ വാത് കെട്ടുന്ന തറവാടുകളിൽ, ഓഫീസുകളിൽ, അധികാരികളിൽ, വ്യക്തികളിൽ, ജാതികളിൽ ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് യേശു കർത്താവിനെ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തട്ടെ. അനന്തമായ ആത്മരക്ഷ, അനന്തമായ ആത്മരക്ഷ ദേശങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ ആത്മാക്കളെ രക്ഷിക്കുന്നവനാണ്. ഒരു കത്തോലിക്ക പള്ളി നമുക്ക് വേണ്ടി മരിച്ചില്ല നാം രക്ഷിക്കപ്പെടുവാൻ. ഒരു മർത്തോമ അച്ഛൻ നമുക്ക് വേണ്ടി മരിച്ചില്ല. ഒരു CSCയിലെ പ്രീസ്റ്റും ബിഷപ്പും നമുക്ക് വേണ്ടി മരിച്ചില്ല. ഒരു പെന്തിക്കോസ് സ്തോത്രം പാസ്റ്ററോ പ്രവാചകരോ നമുക്ക് വേണ്ടി മരിച്ചില്ല. ഒരു ദൂതൻ നമുക്ക് വേണ്ടി മരിച്ചില്ല. ഒരു ബൈബിൾ ടീച്ചർ നമുക്ക് വേണ്ടി മരിച്ചില്ല. ഒരു സെലിബ്രിറ്റി പ്രീച്ചർ നമുക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ ദൈവത്തിൻ്റെ പുത്രനാകുന്ന യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആളുകളെ മേൽ ക്രൂശുമേൽ സ്തോത്രം സ്വന്തം തോളിൽ തലചായ്ച്ച് നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് പകലും ഞാൻ വിളിച്ചു പറയട്ടെ ആ പ്രസിദ്ധമായ വാക്യം. അതുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം നസ്രേന യേശുവിന്റെ നാമമത്രേ. ഹല്ലേലൂയ. അവൻ ആത്മാക്കളെ രക്ഷിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. വെളിച്ചങ്ങളെ പിതാവ്, ആത്മാക്കളെ പിതാവ്. നമ്പർ 3, മൂന്നാമതായി വേദപുസ്തകം പറയുന്നു അവൻ പരിശുദ്ധ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്തോ പിതാവ്? പരിശുദ്ധ പിതാവ്. മഹാപുരോഹിത പ്രാർത്ഥന ഗദശമനികളിൽ നിന്ന് ഉയരുമ്പോൾ യോഹന്നാൻ സുവിശേഷം 17 അധ്യായം 11 വാക്യത്തിൽ പിതാവായ ദൈവത്തെ നോക്കി യേശു കർത്താവ് പ്രാർത്ഥിച്ചു. യോഹന്നാൻ 17:11 ഹോളി ഫാദർ, പരിശുദ്ധ പിതാവ്. നോക്കിയാട്ടെ. സ്തോത്രം. 17:11 ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ. എന്താണ്? പരിശുദ്ധ പിതാവേ. ഒരിക്കൽ കൂടെ
പരിശുദ്ധ പിതാവേ സ്തോത്രം. നീ ദൈവത്തിൻ്റെ പൈതലെങ്കിൽ മനസ്സിലാക്കണം, ദൈവം പരിശുദ്ധ പിതാവാണ്. ദൈവം സ്വർഗത്തെക്കാളും പരിശുദ്ധനെന്ന് യോബ് 15:15 പറയുന്നു. ദൈവം ദൂതന്മാരെക്കാളും പരിശുദ്ധനെന്ന് യോബ് 4:18 പറയുന്നു. അർത്ഥം ദൈവം ഗബ്രിയേലിനേക്കാൾ വിശുദ്ധനാണ്. ദൈവം സ്തോത്രം മിഖായേലിനേക്കാൾ വിശുദ്ധനാണ്. ദൈവം സ്വർഗത്തെക്കാൾ വിശുദ്ധനാണ്. അവൻ ഏക പരിശുദ്ധനാണ്. ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളും പരിശുദ്ധരായിരിക്കട്ടെ. പറയുന്ന ഞാനും കേൾക്കുന്ന നീയും പരിശുദ്ധനായിരിക്കട്ടെ. അതേ മീനിങ് വിശുദ്ധരായിരിക്കട്ടെ. കേട്ടോർ മാത്രം ആമേൻ പറഞ്ഞാട്ടെ. വിശുദ്ധരായിരിക്കട്ടെ, വിശുദ്ധരായിരിക്കട്ടെ. ദൈവം നമ്മെ വിശുദ്ധിയിൽ സൂക്ഷിക്കട്ടെ. കാരണം ലോകം മുഴുവൻ അശുദ്ധിയിൽ വീണ് കിടക്കുകയാണ്. 1 യോഹന്നാൻ 5:19 വായിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. 2 കൊരിന്ത്യർ 4:4 പറയുന്നു, സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്നു. സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമായി ലോകം മുഴുവൻ അശുദ്ധിയിലായിരിക്കുമ്പോൾ എവിടെയും പാപം നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. സ്കൂളിൽ പാപമുണ്ട്, വീട്ടിൽ പാപമുണ്ട്, ഫോണിൽ പാപമുണ്ട്, ലാപ്ടോപ്പിൽ പാപമുണ്ട്, സംസാരങ്ങളിൽ പാപമുണ്ട്. ഓ സ്തോത്രം. എവിടെ നോക്കിയാലും പാപമാണ്. നിന്റെ മസിൽ പവർ കൊണ്ട്, നിന്റെ ബ്രെയിൻ സ്കിൽ കൊണ്ട്, നിന്റെ ത്രാണി കൊണ്ട്, നിന്റെ ഓജസ് കൊണ്ട് നിനക്കൊരിക്കലും പാപത്തെ ജയിപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. നിന്നെ പാപത്തെ ജയിപ്പാൻ തക്കവണ്ണം സൂപ്പർ നാച്ചുറൽ ആയ ദൈവത്തിന്റെ എബിലിറ്റി കൊണ്ട് മാത്രമേ. ചിലതൊന്നും മിണ്ടുന്നില്ല, ചങ്കിക്കുത്തെന്ന വർത്താനം പറയാതെ എന്ന് പറഞ്ഞാൽ ചിലതിരിക്കുന്നത്. സ്തോത്രം. അതെ, നിന്റെ ത്രാണി കൊണ്ട്, നിന്റെ ബലം കൊണ്ട് ഒരിക്കലും നിനക്ക് സ്തോത്രം പാപത്തെ ജയിപ്പാൻ കഴിയത്തില്ല. യു നീഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. നിനക്ക് ദൈവത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം നിനക്ക് പാപത്തെ ജയിപ്പാൻ കഴിയത്തുള്ളൂ. പള്ളിയിൽ വരാം, കൈയടിക്കാം, ആരവാരമുണ്ടാക്കാം, ഗ്ലാമർ ചമയാം, പക്ഷെ മനസ്സിലാക്ക്, മനുഷ്യനെ കളിപ്പിക്കാം. അഗ്നിജ്വാലക്കത്ത കണ്ണോടുകൂടിയവനായ ദൈവത്തെ നിനക്കൊരിക്കലും കളിപ്പിപ്പാൻ കഴിയത്തില്ല. യേശു വരുന്നു ക്രിസ്ത്യാനികളെ ചേർക്കാനല്ല, ഞായറാഴ്ച ക്രിസ്ത്യാനികളെ ചേർക്കാനല്ല. യേശു വരുന്നത് ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിപ്പിനെ നരൾ ചെയ്ത വിശുദ്ധന്മാരെ ചേർപ്പാൻ യേശു കടന്നു വരുന്നു. ഞാൻ എൻ്റെ സ്ഥിരം ദൂതിൽ ഒരു ഭാഗം പറയട്ടെ. അതുകൊണ്ട് നിന്റെ നോട്ടം വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ചിന്ത വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ വാക്കുകൾ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ ബന്ധങ്ങൾ വിശുദ്ധമായിരിക്കട്ടെ, നിന്റെ പോക്കും വരവ് വിശുദ്ധമായിരിക്കട്ടെ. കാരണം അവൻ പരിശുദ്ധ പിതാവാണ്. പരിശുദ്ധ പിതാവിന് അശുദ്ധിയുടെ മക്കൾ ഉണ്ടാകത്തില്ല. എന്താ മിണ്ടാതിരിക്കുന്നത്? എൻ്റെ ആരെങ്കിലും വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. പരിശുദ്ധ പിതാവിന് അശുദ്ധിയുടെ മക്കൾ ഉണ്ടാകത്തില്ല. മലയാളി മാതാപിതാക്കൾക്ക് പഞ്ചാബി മക്കൾ ഉണ്ടാകത്തില്ല. മലയാളി മാതാപിതാക്കൾക്ക് ബംഗാളി മക്കൾ ഉണ്ടാകത്തില്ല. മലയാളി മാതാപിതാക്കൾക്ക് കാശ്മീർ മക്കൾ ഉണ്ടാകത്തില്ല. വിശുദ്ധനായ ദൈവത്തിന് ഒരു കാലം ചർച്ചിലും വേറൊരു കാലം ലോകത്ത് മാറി മാറി വെക്കുന്നതായ അശുദ്ധ മക്കൾ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. എത്ര പേർ പട്ടിക്കുട്ടിയുടെയും മന്നിക്കുട്ടിയുടെയും കഥ കേട്ടിട്ടുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ. പട്ടിക്കുട്ടിയുടെയും പന്നിക്കുട്ടിയുടെയും ഭൂരിപക്ഷം 5% കേട്ടിട്ടുണ്ട്. പട്ടിക്കുട്ടി കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പന്നിക്കുട്ടിയെ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തി. അടുത്തിരിക്കുന്നവർ നോക്കാതെ കമാ. പന്നിക്കുട്ടിയെ കണ്ടിട്ടുള്ളവർ. ഒരു സ്ഥലത്ത് സ്തോത്രം, ഒരു അപ്പന് ഒരാഗ്രഹം തോന്നി. ഒരു ചെറുക്കനോട് പറഞ്ഞു, മക്കളെ നമുക്കൊരു പട്ടിക്കുട്ടിയെ വേണം. സഞ്ചിയും കൊടുത്ത് പൈസയും കൊടുത്ത് ചെറുക്കനെ പറഞ്ഞു വെച്ചു. ചെറുക്കൻ പട്ടിക്കുട്ടിയെ വാങ്ങാൻ കടയിൽ പോയി. ആ കടയുടെ മുൻപിൽ ഒരു ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്, പട്ടിക്കുട്ടി വിൽക്കപ്പെടും. പല പട്ടികളുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരു പട്ടിക്കുട്ടിയെ മേടിച്ചു, പൈസ കൊടുത്തു, സഞ്ചിയിലിട്ടു. തിരിച്ചു വരുമ്പോൾ ഒരു വലിയ മൈതാനമുണ്ട്. ആ മൈതാനത്തിൽ ആൾക്കാർ കുട്ടിയും കോലും കളിച്ചിട്ട് നിൽക്കുക. എന്തോ കളിക്കുന്നു? കുട്ടിയും കോലും കളിക്കുകയാണ്. കഥ കേൾക്കുമ്പോൾ എന്തോ സന്തോഷം. സ്തോത്രം. വചനം കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. കഥ കേൾക്കാൻ നീ പ്രസംഗം കഴിക്കുമ്പോൾ പ്രസംഗം മുഴുവൻ മറക്കും. ഇന്ന് മീറ്റിംഗ് എങ്ങനെയായിരുന്നു? നന്നായിരുന്നു, ഭയങ്കര അനുഗ്രഹമായിരുന്നു. എന്തായിരുന്നു പ്രസംഗിച്ചത്? കുട്ടിയും കോലും കളിയാണ് പ്രസംഗം. ഓക്കെ, പറഞ്ഞു തുടങ്ങിയല്ലോ, അതുകൊണ്ട് പറയാം. ആ മൈതാനത്ത് വന്നപ്പോൾ ആൾക്കാർ ഇതാ കുട്ടിയും കോലും കളിക്കുകയാണ്. ചെറുക്കൻ ആ പട്ടിക്കുട്ടിയെ ആ സ്തോത്രം വൃക്ഷത്തിൻ്റെ മരത്തിൻ്റെ തണലിൽ വെച്ചിട്ട് കുട്ടിയും കോലും കളിച്ചു. ചില വിദ്വാൻമാരുണ്ടായിരുന്നു. അത് നോക്കുമ്പോൾ ആ സഞ്ചി ഇരുന്ന് അനങ്ങുന്നുണ്ട്. അമ്മമാർ പറഞ്ഞു, എടാ ജീവനുള്ള എന്തോ ഒരു സൂത്രം ആ സഞ്ചിയിലുണ്ട്. അവർ പോയി സഞ്ചിയിൽ നോക്കുമ്പോൾ നല്ലൊരു പട്ടിക്കുട്ടി കിടക്കുക. അവർ ആ പട്ടിക്കുട്ടിയെ മാറ്റിയിട്ട് ഒരു പന്നിക്കുട്ടിയെ ആ സഞ്ചിയിൽ സ്ഥാപിച്ചു. പന്നിക്കുട്ടിയുമായി അവൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അപ്പ ചോദിച്ചു,
മകളെ പട്ടിക്കുട്ടി കിട്ടിയോ? കിട്ടിയാപ്പാ, കാണട്ടെ. സഞ്ചി കുടഞ്ഞ് പുറത്തേക്ക് വിട്ടപ്പോൾ പന്നിക്കുട്ടി പുറത്തേക്ക് വന്നു. അപ്പൻ വഴക്ക് പറഞ്ഞു. പട്ടിക്കുട്ടി വാങ്ങാൻ പറഞ്ഞപ്പോൾ പന്നിക്കുട്ടിയാണോ അവിടെ വാങ്ങുന്നത്? തിരികെ കൊണ്ടുപോടാ. അവൻ തിരികെ കടയിലേക്ക് കൊണ്ടുപോകാനായി അവനോടി. വീണ്ടും പഴയ മൈതാനത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും കുട്ടിയും കോലും കളി നടക്കുകയാണ്. ആ ലോകത്തിൻ്റെ കളി അവന് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചു കുട്ടിയും കോലും കളിച്ചു. പഴയ പാർട്ടികൾ പറഞ്ഞു, അതാ ആ സഞ്ചി വന്നിട്ടുണ്ട്, അതിനകത്ത് കിടക്കുന്ന എന്താണ്? പന്നിക്കുട്ടിയാണ്. അവർ ആ പന്നിക്കുട്ടിയെ മാറ്റിയിട്ട് പട്ടിക്കുട്ടിയെ സ്ഥാപിച്ചു. വീട്ടിൽ ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് ആ കടക്കാരനോട് അവൻ പറഞ്ഞു, എടാ ഹേ, പട്ടിക്കുട്ടി വിൽക്കപ്പെടും എന്ന് എഴുതി വച്ചിട്ട് പന്നിക്കുട്ടിയാണോ നീ വിൽക്കുന്നത്? തൻ്റെ പന്നിക്കുട്ടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് സഞ്ചി കുടയുമ്പോൾ പഴയ പട്ടിക്കുട്ടി തന്നെ പുറത്തു വന്നു. ചെറുക്കൻ പറഞ്ഞു, ഇതെന്ത് മറിമായം? വീട്ടിൽ ചെല്ലുമ്പോൾ പറ പിള്ളേർ പറ. വീട്ടിൽ ചെല്ലുമ്പോൾ പന്നിക്കുട്ടി കടയിൽ ചെല്ലുമ്പോൾ പട്ടിക്കുട്ടി. സ്തോത്രം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്വഭാവം, ചർച്ചിൽ വരുമ്പോൾ വേറൊരു സ്വഭാവം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പരിപാടി, ചർച്ചിൽ വരുമ്പോൾ വേറൊരു പരിപാടി. എവിടെ കൈയടിക്കണമെന്ന് നിനക്കറിയാം, എവിടെ കൈയടി നിർത്തണമെന്നറിയാം, എവിടെ കൈ ഉയർത്തണമെന്നറിയാം, എവിടെ ഷൗട്ട് ചെയ്യണമെന്നും അറിയാം, എവിടെ മിണ്ടാതിരിക്കണമെന്നറിയാം, എവിടെ തലകുലക്കണമെന്നറിയാം. സ്വർഗം സഹാറ മരുഭൂമി പോലെ തരിശായി കിടന്നാലും അതിൻ്റെ 7 അയലത്തെത്തുവാൻ കഴിയത്തില്ല. ഇടയ്ക്ക് നിനക്ക് ലോകമായിട്ടുള്ളൊരു ചുറ്റിക്കളിയുണ്ടല്ലോ, ആ ലോകമായിട്ടുള്ള ചുറ്റിക്കളി നിർത്തിക്കോ. കാരണം കർത്താവ് വേഗം വരുന്ന. അവൻ പരിശുദ്ധ പിതാവ്. Is a holy father. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കാൻ. ബാക്കി കർത്താവ് പറഞ്ഞാട്ടെ, നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. വേദപുസ്തകം പറയുന്നു, അവൻ വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 15:3. ദൈവം വചനത്താൽ നമ്മെ വിശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 16:8. പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നു. സ്തോത്രം. അതേ യോഹന്നാൻ 17 പറയുന്നു, 17:17. നിന്റെ നാമത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഏറ്റവും കുറഞ്ഞത് 4 തൂണുകൾ പോലെ 4 കാര്യങ്ങളിൽ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ വിശുദ്ധിയിൽ ദൈവം നമ്മെ സൂക്ഷിക്കുന്നു. ഒരു പാതിരിക്കും, ഒരു പാസ്റ്ററിനും, ഒരു സൺഡേ സ്കൂൾ ടീച്ചറിനും, ഒരു മനുഷ്യനും നിന്റെ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ലക്ഷോപലക്ഷം കോടാനുകോടി ജ്യോതിർഗോളങ്ങളെ മൈക്രോ മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ, ദൈവം നമ്മെ കരുതട്ടെ, ദൈവം നമ്മെ വഴി നടത്തട്ടെ. അവൻ വിശുദ്ധനായ ദൈവം. യേശുവിൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ വചനത്താൽ, യേശുവിൻ്റെ ആത്മാവിനാൽ, യേശുവിൻ്റെ നാമത്താൽ അവൻ നമ്മെ വിശുദ്ധീകരിക്കട്ടെ. ഹീസ് എ ഹോളി ഫാദർ. അവൻ വിശുദ്ധനായ ഒരു പിതാവാണ്, പരിശുദ്ധ പിതാവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാം. കാരണം ഞാൻ ദൈവത്തിൻ്റെ മകൻ. ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്പർ 5, സ്തോത്രം. ഹീസ് ദ ഫാദർ ഓഫ് സീക്രട്ട്. നമ്പർ 4, ഹീസ് ദ ഫാദർ ഓഫ് സീക്രട്ട്. അവൻ സ്തോത്രം രഹസ്യങ്ങളുടെ പിതാവ്. മത്തായി സുവിശേഷം 6:4 കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ മത്തായി 6:4 പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക. 4-ാം വാക്യം പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥന പരസ്യമല്ല, പ്രാർത്ഥന പ്രഹസനമല്ല, പ്രാർത്ഥന ഭക്തി ദൈവവേല എന്നൊക്കെ പറയുന്നത് പ്രഹസനമല്ല, പരസ്യമല്ല. മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ, സ്തോത്രം, അതിനുവേണ്ടി ചെയ്യുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന നരകത്തെ അടയ്ക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥന സ്വർഗത്തെ തുറക്കുന്നതാണ്. പ്രാർത്ഥന ദൈവസിംഹാസനത്തെ ചലിപ്പിക്കുന്നതാണ്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അത്ഭുതങ്ങൾ സംഭവിക്കും. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ജീവിതം, കുടുംബം ഒരിക്കലും നാച്ചുറൽ ആയിരിക്കത്തില്ല, സൂപ്പർ നാച്ചുറൽ ആയിരിക്കും.
ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എൻ്റെ കുടുംബം വലുത്, ഞാൻ വലുത്, എനിക്കെന്തൊക്കെ ഉണ്ട് എന്നുള്ള അഹങ്കാരങ്ങളെ, എന്നുള്ള ഗർവങ്ങളെ, എന്നുള്ള നിഗളത്തെ, ധാർഷ്ട്യത്തെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് പകരം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവത്തിന്റെ കൃപയാൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ ദേശം കണ്ടിട്ടില്ലാത്തത് നിന്നിലും നിന്റെ ഭവനത്തിലും ചെയ്യുവാൻ തക്കണം ദൈവം കഴിവുള്ളവനാണ്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തര. ഹല്ലേലൂയ. രഹസ്യത്തിൽ കരയുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടോ? രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചർച്ചിൽ ഉപവാസം ഡിക്ലെയർ ചെയ്തിട്ടില്ല, ചർച്ചിൽ ഉപവാസം എന്ന് പറയുന്നില്ല, എന്നാൽ അതേ സമയത്ത് തന്നെ രഹസ്യത്തിൽ ഇരുന്ന് കുറുപ്രാവ് കുറുക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നു. ഗ്യാരണ്ടിയായി ഞാൻ പറയട്ടെ, രഹസ്യത്തിൽ നിന്നെ കാണുന്ന കർത്താവ് നിന്റെ രഹസ്യത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യത്തിൽ പ്രതിഫലം തരുന്ന ദിവസങ്ങൾ അടുത്തു വരികയാണ്. ഹല്ലേലൂയ. ഇത് പരസ്യത്തിൽ ദൈവം നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രതിഫലത്തിന്റെ നാളുകൾ. എത്ര പേർ ആമേൻ പറഞ്ഞു എന്ന് അറിയത്തില്ല. പരസ്യത്തിൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന പരസ്യത്തിന്റെ നാളുകൾ, അതെ, പ്രതിഫലത്തിന്റെ നാളുകൾ. 3.5 വർഷക്കാലം ഏലിയാവ് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. കരീത് തോട്ടിലായിരിക്കാം, സീദോനിലായിരിക്കാം. 3.5 വർഷക്കാലം ഏലിയാവ് രഹസ്യത്തിൽ പ്രാർത്ഥിച്ചു. ഭോജനയാഗം കഴിക്കേണ്ട നേരമായപ്പോൾ അവൻ പരസ്യത്തിൽ കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥിച്ചു. 3.5 വർഷം സ്തോത്രം രഹസ്യത്തിൽ പ്രാർത്ഥിച്ചവൻ. യഹൂദ തൽമുദ് അനുസരിച്ച് ഭോജനയാഗത്തിന്റെ പ്രാർത്ഥന 3.5 മിനിറ്റ് പ്രാർത്ഥനയാണ്. ഓൾറെഡി ഭക്തൻ 3.5 വർഷം രഹസ്യത്തിൽ പ്രാർത്ഥിച്ച് 3.5 മിനിറ്റ് പരസ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ രാജാവ് അവിടെയുണ്ട്, അവന്റെ ഡിപ്ലോമേറ്റ്സ് ഉണ്ട്, ഉദ്യോഗസ്ഥന്മാർ അവിടെയുണ്ട്, സൈന്യം അവിടെയുണ്ട്. ആ 3.5 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണത്തക്ക ക്രമത്തിൽ, രാജ്യം നടക്കത്തക്ക ക്രമത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇതാ അഗ്നി പെയ്ത് ഇറങ്ങുകയാണ്. പരസ്യത്തിൽ ദൈവം സ്തോത്രം കർമ്മേലിൽ അഗ്നി അയച്ചു. ഗെറ്റ് റെഡി ഇൻ ദ നെയിം ഓഫ് ജീസസ്. രഹസ്യത്തിൽ കരയുന്നവരെ, രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരെ, രഹസ്യത്തിൽ ഉപവസിക്കുന്നവരെ, കാത്തിരിക്കുന്നവരെ, യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിന്റെ മഹത്വത്തിനായി ഈ ദിവസങ്ങൾ 4 പേർ കാണത്തക്ക ക്രമത്തിൽ, ആർക്കും നിഷേധിപ്പാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ വിടുതലുകൾ, ദൈവത്തിന്റെ അത്ഭുതം നിന്റെ ജീവിതത്തിൽ കാണുവാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, നിന്റെ അത്ഭുതം രഹസ്യമല്ല. ഹല്ലേലൂയ. നിന്റെ വിടുതൽ രഹസ്യമല്ല. ഒരു കണ്ണിനും നിഷേധിപ്പാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ വിടുതൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ നൽകുന്നു. കരങ്ങളെ അടിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ചാട്. He is the father of secrets. സങ്കീർത്തനം 103:13 ടോറി ഗംഭീരമായി എന്ന പകൽ വായിക്കുകയുണ്ടായി. 103-ാം സങ്കീർത്തനം സ്തോത്രം 13-ാം വാക്യം പിതാവിൻ്റെ മറ്റൊരു ലക്ഷണം വേദപുസ്തകത്തിൽ പറയുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അർത്ഥം ദൈവം സ്തോത്രം കരുണയുള്ള കർത്താവ്, ദൈവം കരുണയുള്ള കർത്താവ്. അവൻ ജനത്തെ കണ്ട കരുണ തോന്നുന്നവനാണ്. ദൈവം കഠിന ഹൃദയനല്ല. ഈസ് ദ ഗാഡ് ഓഫ് കമ്പാഷൻ. ദൈവം മനസ്സലിവിൻ്റെ കർത്താവ്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ ദൈവം ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് വീര്യപ്രവർത്തികളെ ഉടമസ്ഥനാണ്. പക്ഷെ അവൻ കഠിന ഹൃദയത്തോടെ അല്ല ഇരിക്കുന്നത്. എന്താ മിണ്ടാത്തത്? ദൈവം കഠിന ഹൃദയത്തോടെ അല്ല ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം കരുണയുള്ള ഹൃദയമാണ്. ദൈവം എന്നെ അത്ഭുതങ്ങളാൽ ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് വീരപ്രവൃത്തികളെ കാണണം. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് രോഗശാന്തി എൻ്റെ മുൻപിൽ വെളിപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് മത്തിയും മീനും, ഇത് മത്തിയും അതേ കപ്പയും തിന്നുന്ന കരങ്ങളല്ല. ആ കരങ്ങളെ നന്നായി ഞാനൊന്ന് കാണട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് ചക്കയും അതേ ബീഫും തിന്നുന്ന കരങ്ങളല്ല. പകരം ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ ക്യാൻസറുകൾ അപ്രത്യക്ഷമാകും. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ അടഞ്ഞ കണ്ണുകൾ തുറക്കും. ഈ വിരൽ തുമ്പകളുടെ ദുർഭൂത ശക്തികൾ എരിഞ്ഞു ചാരമാകും. ഈ കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രവാദ പുരകൾ എന്നേക്കുമായി അടയ്ക്കപ്പെടും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. പത്രോസിന്റെ ദൈവം, പൗലോസിന്റെ ദൈവം, പ്രവാചകന്മാരുടെ ദൈവം, സഭാപിതാക്കന്മാരുടെ ദൈവം നിന്റെ ദൈവമാണ്. എന്നാൽ ആ പവർ, ആ പ്രസൻസ്, ആ ശക്തി, ആ സാന്നിധ്യം വ്യാപരിക്കണമെങ്കിൽ താക്കോൽ ഇതാണ്, രഹസ്യം ഇതാണ്. നിന്റെ ഹൃദയം തിരുവനന്തപുര ഹൃദയമാകല്ല. നിന്റെ ഹൃദയം കഠിന ഹൃദയമാകല്ല. നിന്റെ ഹൃദയം കരുണയുടെ ഹൃദയമാകണം. നിന്റെ ഹൃദയം സ്തോത്രം, അതെ, കഠിന ഹൃദയമാകല്ല. നിന്റെ ഹൃദയം കരുണയുടെ ഹൃദയമാണ്. കാരുണ്യ, സ്തോത്രം, അതെ, മനസ്സലിവ്.
ഓ കാരുണ്യ, അതൊരു കോളേജിൻ്റെ പേരല്ലയോ, അതൊരു ഡീം യൂണിവേഴ്സിറ്റിയുടെ പേരല്ലയോ? യെസ്, അത് സ്ഥാപിച്ച ദൈവത്തിൻ്റെ ദാസൻ. സ്തോത്രം. ഹി ഈസ് ദ മാൻ ഓഫ് ലവ് ആൻഡ് കമ്പാഷൻ. മനസ്സലിവിൻ്റെ മനുഷ്യനായിരുന്നു. മനസ്സലിവിൻ്റെ മറ്റൊരു പദമാണ് കാരുണ്യം. മക്കള് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണയുള്ള ദൈവദാസന്മാർ കേരളത്തിന് ആവശ്യം. മാർഗിടുന്നവരല്ല, വെട്ടുന്നവരും കുത്തുന്നവരും ആത്മീയ അഹങ്കാരികളല്ല സഭയ്ക്ക് വേണ്ടിയത്. സഭയ്ക്ക് വേണ്ടിയത് ഒരുവന്റെ അവസ്ഥ കണ്ട് കരയുന്നവർ എഴുന്നേൽക്കട്ടെ. ഒരു പ്രാർത്ഥന വിഷയം കേട്ട് ജനത്തിന് വേണ്ടി കണ്ണുനീർ ഒഴുക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഒരാളിൻ്റെ വിഷയം കേൾക്കുമ്പോൾ ഓ നിന്റെ കാര്യം നിനക്കിരിക്കട്ടെ, ഓ നിന്റെ വിഷയം നിനക്കിരിക്കട്ടെ, ഓ നിന്റെ കാര്യം അങ്ങനെയാണല്ലേ, ഞാൻ നാട്ടിൽ മുഴുവൻ പാട്ടാക്കാം എന്ന് പറയുന്ന കാപട്യമുള്ളവരല്ല സഭയ്ക്ക് വേണ്ടിയത്. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ കരുണയുള്ള ദൈവദാസന്മാർ എഴുന്നേൽക്കട്ടെ. എവിടെ കരുണയുണ്ടോ അവിടെ ദൈവകൃപയാൽ വിടുതലുണ്ട്, അവിടെ അത്ഭുതമുണ്ട്. തൂത്തുക്കുടി എന്ന പട്ടണത്തിൽ ബ്രദർ ദിനകരൻ പ്രസംഗിക്കുന്ന ഒരു വലിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. 2.5 ലക്ഷം ആൾക്കാർ. സ്തോത്രം. അന്ന് ആ മീറ്റിങ്ങിന് കൂടി. ഇന്ത്യൻ മഹാരാജ്യം കേൾക്കട്ടെ, മ്യൂസിയത്ത് ഉണ്ടായിരുന്നു എന്നല്ല എനിക്ക് പറയാനുള്ളത്. മ്യൂസിയത്ത് ഇരിക്കുന്നു, പണ്ടുണ്ടായിരുന്നു, ഇപ്പം മ്യൂസിയത്ത് ഇരിക്കുന്നു എന്നല്ല എനിക്ക് പറയാനുള്ളത്. ആ ദൈവം എന്നും ജീവിക്കുന്നു. അതുപോലെയുള്ള ജനക്കൂട്ടവും വിടുതലുകളും ഇന്നും അതേ ദൈവകൃപയാൽ സംഭവിക്കട്ടെ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞേ. 2.5 ലക്ഷം ജനത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് താൻ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സലിവിനെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ഹാൻഡ് കർച്ചീഫ് മുഴുവൻ കണ്ണുനീരിനാൽ കുതിർക്കപ്പെട്ടു. വിയർപ്പിനാലല്ല, കണ്ണുനീരിനാൽ കുതിർക്കപ്പെട്ടു. കോയിൽപ്പട്ടി പട്ടണത്തിൽ നിന്നൊരു സ്ത്രീ ആ മീറ്റിങ്ങിന് കടന്നു വന്നു. സ്തോത്രം. ആ മീറ്റിംഗ് കേട്ടിട്ടിരിക്കുകയാണ്. ആ മീറ്റിംഗ് കേട്ടിരിക്കുമ്പോൾ അവളുടെ അമ്മ 8.5 വർഷമായി തളർന്ന് കിടക്കുകയാണ്. ആ ദേവദാസൻ കണ്ണുനീർ തുടയ്ക്കുന്നു, വചനം പറയുന്നു, കണ്ണുനീർ തുടയ്ക്കുന്നു, വചനം പറയുന്നു, കണ്ണുനീർ തുടയ്ക്കുന്നു, വചനം പറയുന്നു. ആൾട്ടർ കോൾ കൊടുത്ത പ്രാർത്ഥന നേരമായി അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുക്കാവുന്ന പറഞ്ഞു, അയ്യോ അന്ത കൈക്കൊട്ട എനിക്ക് കിടച്ചാൽ നല്ലമാർക്കോ, ആ ഹാൻഡ് കർച്ചീഫ് എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു. സെലിബ്രിറ്റിയെ പോലെ ഓടിപ്പോയില്ല. അദ്ദേഹം തിരിഞ്ഞു നിന്ന് ആ സ്ത്രീയെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈ എൻ്റെ ഹാൻഡ് കർച്ചീഫ് എന്തിനാണ് നീ ചോദിച്ചത്? അവൾ പറഞ്ഞു, 8.5 വർഷമായി ചലനമില്ലാതെ എൻ്റെ അമ്മ കിടക്കുകയാണ്. സ്തോത്രം. അവൾ വിളിച്ച് അവളെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ച, ഹാൻഡ് കർച്ചീഫിൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് കൊടുത്തു. ഏകദേശം 110 കിലോമീറ്ററോ മറ്റോ യാത്ര ചെയ്ത് അവൾ കോയിൽപ്പട്ടിയിലെത്തി. സ്തോത്രം. അതേ സ്വന്തം വീട്ടിലേക്ക് വന്നു കയറി. 8.5 വർഷം തളർന്നു കിടന്ന മാതാവിലേക്ക് ഹാൻഡ് കർച്ചീഫ് വലിച്ചിട്ടപ്പോൾ പിടയ്ക്കുന്ന ഒരു മത്സ്യം പോലെ അമ്മ ചാടി എഴുന്നേറ്റു. ആരെങ്കിലും ഇന്ന് പകൽ ഈ സഭായോഗത്തിന് പറയട്ടെ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉടച്ചു തരണമേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉടച്ചു തരണമേ. ഇനി തുടർന്ന പ്രസംഗം നടന്നില്ലെങ്കിലും ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 കരങ്ങളെ ഉയർത്തി. കീബോർഡ് വേണ്ട, വർഷിപ്പ് ലീഡർ വേണ്ട, പ്രാസംഗൻ വേണ്ട, പരിശുദ്ധാത്മാവ് നീയും 2 കരങ്ങളെ ഉയർത്തി. ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. അങ്ങ് കരുണയുള്ള അപ്പൻ. എലിയാവിൻ്റെ ദൈവം എവിടെ? പിതാക്കന്മാരുടെ ദൈവം എവിടെ? ഉണർവിൻ്റെ കാലങ്ങൾ എവിടെ? മെഗാ ഗ്യാതറിംഗ് എവിടെ? കൂട്ടമാനസാന്തരങ്ങൾ എവിടെ? കൂട്ടരക്ഷ എവിടെ? കരങ്ങളെ ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. വക്രതയുടെ ഹൃദയം എന്നിൽ നിന്ന് മാറട്ടെ. ഗർവവും അഹങ്കാരവുമുള്ള ഹൃദയം എന്നിൽ നിന്ന് മാറട്ടെ. സ്വയനീതിയുടെ കഠിന ഹൃദയം എന്നിൽ നിന്ന് മാറട്ടെ. കല്ലായ ഹൃദയം എന്നിൽ നിന്ന് നീങ്ങട്ടെ. പകരം ദ ഹാർട്ട് ഓഫ് കമ്പാഷൻ.
പരിശുദ്ധാത്മ നിങ്ങളെ തൊടുന്നു. കേൾക്ക്, ഇത് കണ്ടിന്യൂ ചെയ്യട്ടെ. ഇതൊരു സാധാ സഭയല്ല, ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. എവറസ്റ്റുകളെ നിങ്ങൾ കീഴടക്കും. ആരാ ഏറ്റെടുത്തത്? ആർക്കും ചെയ്യാൻ കഴിയാത്തത് നിങ്ങളിലൂടെ, നിങ്ങളുടെ തലമുറയിലൂടെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സൂപ്പർ നാച്ചുറലി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കുമാറാകട്ടെ. കാരണം അവൻ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞു, അവൻ രോഗികളെ കണ്ട് മനസ്സലിഞ്ഞു, അവൻ കുഷ്ഠരോഗികളെ കണ്ട് മനസ്സലിഞ്ഞു, അവൻ കരയുന്നവരോട് കൂടെ കരഞ്ഞ മനസ്സലിഞ്ഞ്. ജോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു, യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്ന ക്രൗര്യമല്ല, അഹങ്കാരമല്ല യേശുവിൻ്റെ കണ്ണിൽ കാണുവാൻ കഴിയുന്നത്. ചരിത്രം ഫ്ലാവിയസ് ജോസീഫസ് പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കരയുവാൻ തക്കവണ്ണം തൻ്റെ കണ്ണിലെപ്പോഴും കണ്ണുനീർ നിറഞ്ഞിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളെ ഏറ്റവും വലിയ അനുഗ്രഹം അതാകട്ടെ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനമോ പാർക്കുന്ന വീടോ ധരിക്കുന്ന വസ്ത്രമോ അല്ല, ഒരേ ഒരു ജീവിതം അങ്ങയുടെ മുൻപിലും അങ്ങയുടെ ജനത്തിന് വേണ്ടി കരയുന്നതായ ഒരു മനസ്സലിവ് അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കാരണം വേദപുസ്തകം അത്ഭുതങ്ങളുടെ പുസ്തകമാണ്. We want to see the supernatural miracle. We want to see the mighty move of God. ദൈവത്തിന്റെ ശക്തിയേറിയ ചലനം നമുക്ക് കാണണം, രോഗശാന്തി വെളിപ്പെടണം, ദൈവിക വിടുതലുകൾ സംഭവിക്കണം. അതിനുവേണ്ടി മനസ്സലിവ് വെളിപ്പെടട്ടെ. അപ്പന് മനസ്സലിവ് ഉണ്ടെങ്കിൽ ഈ ഫാദേഴ്സ് ഡേ മക്കൾ തിരിച്ചറിയട്ടെ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. I'm a child of God. I need the compassion of Jesus. യേശുവിന്റെ മനസ്സലിവ് എനിക്ക് ആവശ്യം. യേശുവിന്റെ മനസ്സലിവ് എനിക്ക് ആവശ്യം. നമ്പർ 6, 6 എനിക്ക് പറയാനുള്ളത്, ഹി ഈസ് ദ ഗാഡ് ഓഫ് ഓൾ കംഫർട്ട്സ്. അവൻ ആശ്വാസങ്ങളുടെ പിതാവ്. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം വേദപുസ്തകം പറയുന്നു, അവൻ ആശ്വാസത്തിൻ്റെ പിതാവ്. ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ്. മനസ്സിലുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി. മനസ്സിലുള്ള പിതാവും സർവ്വ ഗാഡ് ഈസ് ദ ഗാഡ് ഓഫ് ഓൾ കംഫർട്ട്സ്. ദൈവം നിങ്ങളുടെ ആശ്വാസം കെടുത്തുന്നവനല്ല. പല പ്രാസംഗന്മാർ നിങ്ങളുടെ ആശ്വാസം കെടുത്തുമ്പോൾ ലീഗലിസം പറഞ്ഞ്, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അയലത്ത് പോലും ഇല്ലാത്ത കുറേ നിയമം പറഞ്ഞ് ആരൊക്കെ നിങ്ങളുടെ ആശ്വാസം കെടുത്തുമ്പോൾ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഒരു ദൈവദാസനുമായി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദർ സ്തോത്രം, അതേ ഒരു ദിവസം ദൈവം എനിക്ക് ഭയങ്കരമായ ഒരു ദർശനം നൽകി. അതുവരെ അദ്ദേഹം കണ്ടം ചെയ്ത് മറ്റുള്ളവരെ സ്തോത്രം അടിച്ചടിച്ച് പ്രസംഗിക്കുകയായിരുന്നു. ആ ചെന്നൈക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ ആ പരിപാടി നിർത്തി. കാര്യം എന്താണെന്നറിയോ? സ്തോത്രം, അതെ ഒരു ദിവസം ദൈവം എനിക്കൊരു ദർശനം നൽകി. ഒരു വലിയ ഭാരമുള്ളതായൊരു വണ്ടി ഒരു കാള വലിക്കുകയാണ്. ആ വണ്ടി വലിക്കുന്നതായ കാളയെ അത് ഓടിക്കുന്ന അവൾ അടിച്ച് അതിൻ്റെ പുറം മുഴുവൻ സ്തോത്രം അത് പൊട്ടുന്നു. ആ കാള വല്ലാതെ ഭാരപ്പെടുന്നു. സ്തോത്രം, താൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഇതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, ഭാരം ചുമന്ന് വരുന്ന എൻ്റെ ജനത്തെ വല്ലാതെ അനേകർ ദണ്ഡിപ്പിക്കുമ്പോൾ നീ അവരെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കും. ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ കർത്താവ് അവൻ ആശ്വാസം കെടുത്തുന്നവനല്ല, അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. എന്താ കൈയടിക്കാത്തെ? ഇന്ന് പകൽക്കാലം ആ വിശുദ്ധി, ഈ വിശുദ്ധി, മറ്റേ വിശുദ്ധി, നിന്റെ ലീഗലിസം മാറ്റി നിർത്ത്. ജനത്തെ സ്തോത്രം ആശ്വസിപ്പിക്കാനായി ആഗ്രഹിക്ക്. ദൈവം ജനത്തിൻ്റെ ആശ്വാസം കെടുത്തുന്നവനല്ല. പരിശുദ്ധാത്മാവ് പരാക്ലീത്ത അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. മത്തായി സുവിശേഷം 11:28 പ്രസിദ്ധമായ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. സ്തോത്രം, കാണാതെ അറിയാന്നുള്ള വാക്യം യെശയ്യാ 40:1-2. സ്തോത്രം, എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പിൻ എന്നാണ് ദൈവം പറയുന്നത്. യെശയ്യാ പ്രവചനം 66:13. ഒരു അമ്മയെപ്പോലെ ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു. നിങ്ങളൊരു വീട്ടിൽ പോയാൽ, ഒരാളിനെ ഫോൺ ചെയ്താൽ, ഒരാളിനെ ചേർത്ത് പിടിച്ചാൽ, സ്തോത്രം, ഒരാളിനോട് വചനം പറഞ്ഞാൽ, അതേ കൊടുങ്കാറ്റിൽ തകർന്നു വരുന്നവർ, ഒരിക്കൽ കൂടെ കൊടുങ്കാറ്റിൽ തകർന്നു വരുന്നവർ മന്ദമാരുതനാൽ ആശ്വസിപ്പിക്കപ്പെടുമാറാകട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ കൊടുങ്കാറ്റിൽ തകർന്നു വരുന്നവർ മന്ദമാരുതനാൽ ആശ്വസിപ്പിക്കപ്പെടട്ടെ. എൻ്റെ പെർഫോമൻസ് അല്ല ഞായറാഴ്ച വെളിപ്പെടേണ്ടത്. എനിക്കെത്ര വചനമറിയാം, എനിക്കെത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്കെത്ര വാചകമടിയുണ്ട്, ഞാൻ എങ്ങോട്ട് പോയി, എവിടെ നിന്ന് വന്നു, നോ 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 നോ. ഇതല്ല ജനത്തിന് വേണ്ടിയത്, ഇതല്ല ദൈവത്തിൻ്റെ വേല. എൻ്റെ പേഴ്സണൽ ഗ്ലാമറിലല്ല ചർച്ച പണിയേണ്ടത്, അവൻ്റെ ഗ്ലോറിയിലാണ് സഭ പണിയേണ്ടത്. അവൻ ഇറങ്ങി വന്നാൽ, എൻ്റെ അപ്പച്ചൻ ഇറങ്ങി വന്നാൽ അവൻ കണ്ണുനീർ തുടയ്ക്കും, അവൻ ജനത്തെ ആശ്വസിപ്പിക്കും. ചൂടേറിയ പ്രഷർ കുക്കറിൽ ജീവിക്കുന്നത് പോലെ, ചൂടേറിയ പ്രഷർ കുക്കറിൽ ജീവിക്കുന്നത് പോലെ, ലാഭപ്രവാഹങ്ങളിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന വ്യക്തികൾ എൻ്റെ മുൻപിലുണ്ട്, കുടുംബങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വാതിൽ കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കട്ടെ. അവൻ്റെ ആത്മാവിന്, അവൻ്റെ പ്രാണന്, അവൻ്റെ ശരീരത്ത് പെയ്തിറങ്ങുന്ന മഞ്ഞുപോലെ, മഴ പോലെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്വാസം വെളിപ്പെടട്ടെ. കരങ്ങളെ അടിച്ച് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 68 സങ്കീർത്തനം 5 വാക്യം ഏത് പുസ്തകം പറയുന്നത്? He is the father of orphans. അവൻ സ്തോത്രം അനാഥരുടെ പിതാവ്. ഈ ഫാദേഴ്സ് ഡേക്ക് മനസ്സിലാക്കണം, സ്തോത്രം ദൈവം അനാഥരുടെ പിതാവ്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഇരിക്കട്ടെ, എത്ര പേർക്ക് അപ്പനില്ല? അനേകർ കരങ്ങളെ ഉയർത്താം. സ്തോത്രം, വയസ്സായി എൻ്റെ അപ്പൻ മരിച്ചു, സുഹൃത്ത് ഞാൻ ഉൾപ്പെടെ, എൻ്റെ നല്ലൊരു അപ്പൻ ഉണ്ടായിരുന്നു, പോയി. കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ പറയും അപ്പനില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഗ്യാരണ്ടിയായി ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ അനാഥൻ അല്ല. നമ്മൾ ആരും അനാഥരാകാൻ അവൻ സമ്മതിക്കത്തുമില്ല. കാരണം 68 സങ്കീർത്തനം 5 വാക്യം പറയുന്നു, ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അനാഥർ എന്നെ കേൾക്കുന്നു, വിധവമാർ എന്നെ കേൾക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല വീട്ടിൽ പാർക്കുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്, നിങ്ങൾക്ക് ഒറ്റയ്ക്കാകാൻ കഴിയത്തില്ല. കാരണം ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. അവൻ്റെ പേര് ഇമ്മാനുവേൽ. യെശയ്യാ പ്രവചനം 7:14. യെശയ്യാ പ്രവചനം സ്തോത്രം 7:14. മത്തായി 1:22. അവൻ്റെ പേര് ഇമ്മാനുവേൽ, മീനിങ് ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. യെഹെസ്കേൽ പ്രവചനം 48:35. ആ ദൈവത്തിൻ്റെ പേരുകൾ ഒന്ന് യഹോവ ഷമ, ദൈവം നിങ്ങളോട് കൂടെ. ഇത്രയൊക്കെ അനുഭവിപ്പാൻ തക്കോണം കഴിക്കും ദൈവം നമ്മോട് കൂടെ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. എപ്പോഴാണോ എവിടെയാണോ എനിക്കാരുമില്ല എന്ന് ആരെങ്കിലും പറയുന്നത്, മനസ്സിലാക്കണമേ, കഴിക്കാൻ ആഹാരമായി, കുടിക്കാൻ വെള്ളമായി, സ്തോത്രം ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും അത്ഭുതം ചെയ്യുന്നവനായി ആരുമില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ അന്ന് ദൈവം ഇറങ്ങി വന്നെങ്കിൽ അതേ ദൈവം ഇന്നും ചലിക്കുന്നുണ്ട്. നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറവാൻ തക്കൊണ്ട് കഴിയും. ഇല്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ അനാഥർ അല്ല. സ്തോത്രം, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറവാൻ ദൈവം സമ്മതിക്കയില്ല. നിങ്ങൾ ഒറ്റയ്ക്കെന്ന് തോന്നുന്നുവെങ്കിൽ സംതിങ് റോങ് വിത്ത് യു. നിങ്ങൾ കർത്തവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നു എങ്കിൽ സ്തോത്രം, നിങ്ങൾ ഏകാന്തത അനുഭവിപ്പാൻ ദൈവം സമ്മതിക്കയില്ല. നിങ്ങൾ കർത്തവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നവരെങ്കിൽ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ കർത്താവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നവരെങ്കിൽ നീ സ്തോത്രം അതി ഫയറി ഫർണസിൽ, തീ ചൂളയിൽ ഇറങ്ങി നിന്നാലും നീ നോട്ടീസ് അടിക്കണ്ട. നിന്റെ ശത്രു പറയും നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. ഹലോ, കേട്ടോ? ഹലോ, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് സാക്ഷി പറഞ്ഞില്ല, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. സ്തോത്രം, ഞങ്ങളോട് കൂടെ കർത്താവുണ്ടെന്ന് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ് പറഞ്ഞില്ല. അവരെ ശത്രുവാണ് കണ്ടത്. മീനിങ് നെബൂഖദ്നേസറാണ് പറഞ്ഞത്, ഞാൻ 3 പേരെ ഇട്ടത്, 4 ഇതാ വേറൊരുത്തൻ ഇറങ്ങി നിൽക്കുന്ന. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയവർ, അവർ ഒരു സാക്ഷ്യം പറയട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കിയവർ നിങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയട്ടെ. ഞാൻ ഇത്രയും പാര പണിതിട്ടും, ഞാൻ എത്ര കഥ പറഞ്ഞിട്ടും, ഞാൻ എത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവൻ പൊളിഞ്ഞില്ല. കാരണം അവൻ ഒറ്റയ്ക്കല്ല. നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഒറ്റയ്ക്കാകാൻ കഴിയത്തുമില്ല.
പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും. യെശയ്യാ 54:10. എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ട് മാറുകയില്ല. പർവ്വതങ്ങൾ മാറും. മാറുന്ന ലോകത്ത് മറക്കുന്ന മനുഷ്യരുടെ നടുവിൽ തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയുമില്ല. യേശു പറയുന്നു, ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല. താഴെ ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അവൻ നിന്നോട് കൂടെയുണ്ട്. നീ വീട്ടിലേക്ക് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ നിന്നോട് കൂടെയുണ്ട്. നീ ആഹാരം വിളമ്പുമ്പോഴും അവൻ നിന്നോട് കൂടെയുണ്ട്. അർദ്ധരാത്രിയിലും പകൽ കാലങ്ങളും പുലർകാലങ്ങളും സന്ധ്യയിലും നീ ഒറ്റയ്ക്കല്ല, ദൈവം നിന്റെ കൂടെയുണ്ട്. Because he is the father of orphans. Hallelujah. He is an everlasting father. അവൻ നിത്യപിതാവ്. അവൻ അനാഥരുടെ പിതാവ് മാത്രമല്ല, അവൻ നിത്യപിതാവ്. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം. ഇംഗ്ലീഷിൽ 5 കാര്യങ്ങളാണ് അത് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ 4 കാര്യങ്ങളാണ്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വണ്ടർഫുൾ കൗൺസിലർ, മൈറ്റി ഗാഡ്, എവർലാസ്റ്റിംഗ് ഫാദർ ആൻഡ് പ്രിൻസ് ഓഫ് പീസ്. സ്തോത്രം. അതെ, നിത്യപിതാവ്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്. ഒരിക്കൽ കൂടെ വോളിയം കൂട്ടി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്. നിത്യപിതാവ്. എന്താ നിത്യപിതാവ് എന്നതിൻ്റെ അർത്ഥം? ഒരിക്കലും അവൻ വാടുന്നില്ല, ഒരിക്കലും അവൻ വയസ്സാകുന്നില്ല, ഒരിക്കലും അവൻ നീങ്ങുന്നില്ല, ഒരിക്കലും അവൻ ലീവിന് പോകുന്നില്ല, ഒരിക്കലും അവൻ പെൻഷൻ പറ്റുന്നില്ല, ഒരിക്കലും അവൻ വാതരോഗം വരുന്നില്ല, അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നില്ല. എൻ്റെ ദൈവത്തിൻ്റെ കാര്യമാണ്, നിൻ്റെ അപ്പൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിൻ്റെ അപ്പൻ്റെ കാര്യമാണ്. അവന് ഒരിക്കലും കണ്ണട ഉപയോഗിക്കുന്നില്ല, അവന് മറവി രോഗം വരുന്നില്ല. അവൻ അബ്രഹാമിൻ്റെ ദൈവം, അവൻ യിസ്ഹാക്കിൻ്റെ ദൈവം, അവൻ യാക്കോബിൻ്റെ ദൈവം. ഈ 2024 ജൂൺ മാസം 16-ാം തീയതി അവൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതെ, ആ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ അബ്രഹാമിൻ്റെ യാഗമാണ്. അവൻ യിസ്ഹാക്കിന് പകരമായി വെളിപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയാണ്. അവൻ യാക്കോബിൻ്റെ ഗോവേണിയാണ്. ഹലോ, അവൻ യാക്കോബിൻ്റെ ഗോവേണിയാണ്. അവൻ യോസെഫിൻ്റെ സ്വപ്നമാണ്. അവൻ മോശയുടെ മുൻപിൽ അതേ കത്തി പടർന്ന മുൾപടർപ്പാണ്. സ്തോത്രം. അവൻ യോശുവയുടെ അതേ യുദ്ധ ആയുധമാണ്. അവൻ ഗിദിയോന്റെ സ്തോത്രം പുതപ്പാണ്. അവൻ ഏലിയാവിൻ്റെ തീയാണ്. അവൻ ഏലീശായുടെ ഇരട്ടിപ്പങ്ക് അഭിഷേകമാണ്. യെസ്, അവൻ എസെക്കേലിന്റെ വീരാണ്. അവൻ യെശയ്യാവിന്റെ പ്രവചനമാണ്. അവൻ യിരെമ്യാവിന്റെ കണ്ണുനീരാണ്. യെസ്, അവൻ പത്രോസിന്റെ നിഴലാണ്. അവൻ പൗലൂസിന്റെ റുമാലാണ്. അവൻ പത്മോസിൽ കിടന്നതായി യോഹന്നാന്റെ വെളിപ്പാടാണ്. ആ കർത്താവ് നിത്യപിതാവായി നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഭക്തന്മാർക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത്ഭുതം ചെയ്തവനായ ദൈവം. ഞാൻ ആവർത്തിക്കട്ടെ, ഭക്തന്മാർക്ക് വേണ്ടി അന്ന് പണ്ട് അത്ഭുതം ചെയ്തതായ കർത്താവ് അവൻ നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യട്ടെ. ഒരത്ഭുതം. സ്തോത്രം. ഒരു വിടുതൽ നിന്റെ ലൈഫിന് ആവശ്യമായി വരുമ്പോൾ, സ്തോത്രം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ ഈ വിശുദ്ധ പുസ്തകം ഉയർത്തണം. നീ ഉയർത്തേണ്ടത് ഫേസ്ബുക്ക് അല്ല, നീ ഉയർത്തേണ്ടത് ഫെയ്ത്ത് ബുക്കാണ്. ഓ കമാൺ. നീ ഉയർത്തേണ്ടത് ഫേസ്ബുക്ക് അല്ല, നീ ഉയർത്തേണ്ടത് ഫെയ്ത്ത് ബുക്കാണ്. അതേ, മനസ്സിലാക്കണമേ. സ്തോത്രം. അതെ, നീ നോക്കേണ്ടത് ഫേസ് ടൈമിലേക്കല്ല, നീ നോക്കേണ്ടത് ഫെയ്ത്ത് ടൈമിലേക്കാണ്. ഇത് തുറന്നിട്ട് നീ സ്തോത്രം വായിച്ചു നോക്കുമ്പോൾ, ഏതോ ഭക്തന്റെ ജീവിതത്തിൽ, ഏതോ അപ്പോസ്തലന്റെ ജീവിതത്തിൽ, ഏതോ വിശ്വസിച്ചവരുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ കരുതലും വിടുതലും സൗഖ്യവും അത്ഭുതവും ചെയ്തെങ്കിൽ അത് തൊട്ടിട്ട് പറയണം, ഇതുപോലെ ഒന്ന് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. അത് തൊട്ടിട്ട് പറയണം, ഇതുപോലെ വന്ന്, അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തിയുള്ളത് എൻ്റെ ലൈഫിൽ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. വിശ്വാസം കേൾവിയാൽ. പറമക്കളെ, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. സ്തോത്രം. എവർലാസ്റ്റിംഗ് ഫാദർ. പണ്ട് ആർക്കോ വേണ്ടി എവിടെയോ ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ, വാതിൽ തുറന്നെങ്കിൽ, കരുതൽ വെളിപ്പെടുത്തിയെങ്കിൽ അവൻ നിനക്കായും ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. He is the Father of glory. വേദപുസ്തകം പറയുന്നു, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഒരു ദൈവത്തിന്റെ പൈതൽ, I am a child of God എന്ന് നീ പറയുന്നു എങ്കിൽ, എഫേസ്യർ 1:17 പറയുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വചനവും മഹത്വമുള്ള പിതാവുമായവൻ. മഹത്വമുള്ള പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ പിതാവ്.
ഫാദർ ഓഫ് ഗ്ലോറി, സ്തോത്രമാതെ മഹത്വമുള്ള പിതാവ്. നിന്റെ സ്വർഗത്തിലെ അപ്പൻ്റെ വേറൊരു പ്രത്യേകതയാണ് അവൻ മഹത്വമുള്ള പിതാവ്. ആ മഹത്വമുള്ള പിതാവ്, മഹത്വത്തിൻ്റെ ഉടമസ്ഥൻ എവിടെയായിരിക്കുന്നത്? അവൻ ഇരിക്കുന്നത് യെരൂശലേമിലല്ല, അവൻ ഇരിക്കുന്നത് അതെ റോമിലല്ല, അവൻ ഇരിക്കുന്നത് ഏതോ വലിയ സ്തോത്രം പള്ളിയിലല്ല, ഏതോ മാർബിളിലോ ഏതോ ഗ്രാനൈറ്റിലോ അല്ല അവൻ ഇരിക്കുന്നത്. കൊലോസ്യർ 1:17 പറയുന്നു, ഈ മഹത്വത്തിൻ്റെ പിതാവ് നിന്റെ ഉള്ളിലിരിക്കുന്നു. ഈ മഹത്വത്തിൻ്റെ പിതാവ് നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ആർക്കും വേണ്ടേ? ഈ മഹത്വത്തിൻ്റെ പിതാവ് നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. പൗലൂസ് അതിനെക്കുറിച്ച് ഒരു മർമ്മമായി പറയുന്നു. ഇറ്റ്സ് എ മിസ്റ്ററി. അതൊരു മർമ്മമാണ്, അതൊരു രഹസ്യമാണ്. രണ്ട് ചെവികളുടെ ഇടയിലൊരു തലച്ചോറുണ്ട്. പക്ഷേ ആ തലച്ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും എങ്ങനെ സ്തോത്രം ചിന്തിച്ചാലും മനസ്സിലാകാത്ത ഒരു രഹസ്യമാണ് ഇത്. കാരണം സ്വർഗത്തിൽ അടങ്ങാത്തവനാണ് കർത്താവ്. ശലോമോൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആലയമുണ്ടാക്കിയിട്ട് അവൻ ദൈവത്തോട് ശലോമോൻ എങ്ങനെയാണ് പ്രാർത്ഥിച്ചു പറഞ്ഞത്? സ്വർഗാദി സ്വർഗങ്ങളിൽ നീ അടങ്ങുന്നില്ലല്ലോ. അയ്യോ, ആരും മിണ്ടുന്നില്ല. സ്വർഗാദി സ്വർഗങ്ങളിൽ നീ അടങ്ങുന്നില്ലല്ലോ. അർത്ഥം, ഏത് ദേശത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെക്കാൾ എൻ്റെ അപ്പൻ വലിയവനാണ്. സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനായ ദൈവം. സെയിം ടൈം അതേ കർത്താവ് തന്നെത്താൻ ചുരുക്കി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ക്രൂശിന്മേൽ മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ നിമിത്തം പരിശുദ്ധാത്മാവായി അതേ കർത്താവ് നിൻ്റെ ഉള്ളിലിരിക്കുന്നു. അതൊരു രഹസ്യമല്ലേ? പഴയ നിയമത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനെന്ന് ശലോമോൻ പ്രാർത്ഥിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ മുക്കോലവൻ ആത്മാവിൽ അവൻ തന്നെത്താൻ ചുരുക്കി നിൻ്റെ അകത്തിരിക്കുന്ന കമാന അവൻ നിൻ്റെ ഉള്ളിലിരിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതെ, 4 പേരെ തൊട്ട് പറഞ്ഞേ, കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പറഞ്ഞാട്ടെ, കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പറ മോത്തോക്കത്തില്ല. കള്ളന്മാരും കള്ളികളും മോത്തോക്കത്തില്ല. കണ്ണാടി വെച്ചതും വയ്ക്കാത്തതും എല്ലാം പറ, കർത്താവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ അപ്പൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ അപ്പൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട്. കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഒന്നിനും നിങ്ങളുടെ മുൻപിൽ തല ഉയർത്തി നിൽപ്പാൻ കഴിയത്തില്ല. നോ വേ. ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ കർത്താവ് നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ട് ഒന്നിന് നിങ്ങളുടെ മുൻപിൽ സ്തോത്രം അതെ കുറവ് വരികയില്ല. മഹത്വമുണ്ടോ? ഒരു കുറവുമല്ല നിങ്ങൾക്കുള്ളത്, നിറവത്രേ ഉള്ളത്. പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിൽ മഹത്വത്തിൽ പൊതിഞ്ഞവരായി ഇസ്രായേൽ മരുഭൂമിയിലൂടെ കടന്നു പോകുകയുണ്ടായി. മഹത്വത്തിൽ പൊതിയപ്പെട്ടവരായി പകൽ മേഘസ്തംഭത്തിൽ, രാത്രി അഗ്നിസ്തംഭത്തിൽ ഇസ്രായേൽ കടന്നു പോയപ്പോൾ വേദപുസ്തകം പറയുന്നു, അവിടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവിടെ വസ്ത്രം പഴകിപ്പോയില്ല. റിയലി ബൈബിൾ വായിക്കുന്ന ആരൊക്കെ വരുന്നു? സ്തോത്രം മതി. അവരെ ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവിടെ വസ്ത്രം പഴകിപ്പോയില്ല. അവർ കുടിച്ച ആഹാരം തീക്കൽ പാറയിൽ നിന്നുള്ള വെള്ളമാ. അവർ കുടിച്ച വെള്ളം തീക്കൽ പാറയിൽ നിന്ന് വന്നത്. അവർ കഴിച്ച ആഹാരം, സ്തോത്രം, കഴിച്ച ആഹാരം ശക്തന്മാരുടെ ഭോജനം, ദൂതന്മാരുടെ ഭോജനമാണ്. അവർക്കായി വരുന്ന കാടപ്പക്ഷി വേറെ ആർക്കും ഇല്ലാത്തതാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അവരുടെ ചെരുപ്പ് അത്ഭുതമാണ്, അവരുടെ വസ്ത്രം അത്ഭുതമാണ്. അവരുടെ ചെരുപ്പ് അത്ഭുതമാണ്, അവരുടെ വസ്ത്രം അത്ഭുതമാണ്, അവരുടെ വെള്ളം അത്ഭുതമാണ്, അവരുടെ ആഹാരം അത്ഭുതമാണ്. കാര്യം എന്തെന്നറിയോ? അവരെ പൊതിഞ്ഞിരുന്നത് മഹത്വമാണ്. മഹത്വത്തിൻ്റെ പിതാവ് അവരെ പൊതിഞ്ഞിരുന്നത് ഒരു മഹത്വമാണ്. ബട്ട് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്, പക്ഷെ ഇന്ന് പുതിയ നിയമത്തിൽ മഹത്വം പുറത്തല്ല, ആ മഹത്വം നിന്റെ അകത്താണ്. ഇന്ന് ആ മഹത്വം പുറത്തല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലാണ്. വലുത് കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച് പറ, മഹത്വം എൻ്റെ ഉള്ളിൽ. ശബ്ദമുയർത്തി, മഹത്വം നിന്റെ ഉള്ളിൽ. മഹത്വം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇൻ ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ഓരോ സ്റ്റെപ്പും അത്ഭുതമായിരിക്കും. കുഞ്ഞുങ്ങളെ കേൾക്ക്, നിങ്ങളല്ല പഠിക്കുന്നേ, നിങ്ങളല്ല പെർഫോം ചെയ്യുന്നേ, നിങ്ങളല്ല എക്സാം എഴുതുന്നത്. പകരം അതിനു വേണ്ടി മഹത്വം നിങ്ങളെ എക്വിപ്പ് ചെയ്യും. മഹത്വം നിങ്ങളെ ഒരുക്കുവാൻ പോകുന്നു. സൂപ്പർ നാച്ചുറലി നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആർക്കും കഴിയാത്തത് മഹത്വം നിനക്ക് വേണ്ടി ചെയ്ത് തികയ്ക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം മഹത്വങ്ങളുടെ പിതാവ് നിന്നെ എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ച് പറയട്ടെ, ബെസ്റ്റ് പെർഫോമർ ഓഫ് ദിസ് മന്ത്
എന്ന് പറയത്ത ക്രമത്തിൽ, ബെസ്റ്റ് പെർഫോമർ ഓഫ് ദിസ് ഇയർ എന്ന് പറയത്ത ക്രമത്തിൽ സൂപ്പർ നാച്ചുറലി ആരെയോ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങൾ ഒരുക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം. നിന്റെ ഗ്രേഡ് വർദ്ധിക്കുകയാണ്. നിന്റെ കഴിവല്ല, നിന്റെ ബലമല്ല, പകരം മഹത്വം നിന്നെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. സ്തോത്രം. അവൻ നീതിയുള്ള പിതാവെന്ന് വേദപുസ്തകം പറയുന്നു. യോഹന്നാൻ സുവിശേഷം 17:25 അവൻ നീതിയുള്ള പിതാവ്. ഒത്തിരി കാര്യം പറഞ്ഞല്ലോ. സ്തോത്രം. അവൻ വെളിച്ചങ്ങളുടെ പിതാവാണ്, അവൻ ആത്മാക്കളുടെ പിതാവാണ്, പരിശുദ്ധ പിതാവാണ്, രഹസ്യങ്ങളുടെ പിതാവാണ്, മനസ്സിലുള്ള പിതാവാണ്, ആശ്വാസത്തിൻ്റെ പിതാവാണ്, അനാഥരുടെ പിതാവാണ്, നിത്യപിതാവാണ്, മഹത്വത്തിൻ്റെ പിതാവാണ്. ഇപ്പോൾ ഇതാ 10ാമതായി നീതിയുള്ള പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, നീതിയുള്ള പിതാവ്. ഒരിക്കൽ കൂടെ നന്നായിട്ട് പറ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആരോഗ്യത്തോടെ പറഞ്ഞാട്ടെ. മനുഷ്യരിൽ നിന്ന് നീതി കിട്ടി എന്ന് പറയുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. മനുഷ്യരിൽ നിന്ന് നീതി കിട്ടി എന്ന് പറയുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തിയാട്ടെ. ഒരാൾ മാത്രമേ ഉള്ളൂ, അടുത്ത ഞായറാഴ്ച അയാൾ ഇങ്ങോട്ട് വരണമെന്നില്ല. സ്തോത്രം. മനുഷ്യരിൽ നിന്ന് നീതി കിട്ടിയില്ല എന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. സ്തോത്രം. ഞാൻ ഉൾപ്പെടെയുള്ളവർ. കാരണം മനുഷ്യൻ നിനക്ക് നീതി തരത്തില്ല. കാരണം ഉണ്ടെങ്കിലല്ലേ മനുഷ്യന് തരാൻ പറ്റത്തുള്ളൂ. ഒരിക്കലൂടെ ഉണ്ടെങ്കിലല്ലേ മനുഷ്യന് തരാൻ പറ്റത്തുള്ളൂ. ഒരു മനുഷ്യനും നിനക്ക് നീതി തരത്തില്ല. ഒരു മനുഷ്യനും നിനക്ക് നീതി തരാൻ പറ്റത്തില്ല. ഒരു പാസ്റ്റർക്കും നിനക്ക് നീതി കാണിക്കാൻ, നീതി തരുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൽ അനീതി ഇല്ല, ദൈവത്തിൽ നീതി മാത്രമേ ഉള്ളൂ. അവൻ്റെ പേര് യഹോവ തിസ്കനു. യഹോവ തിസ്കനു എന്ന് പറഞ്ഞാൽ അവൻ നീതിയുള്ള ദൈവം, അവൻ നീതിയുടെ ദൈവം. ദൈവത്തിൽ അനീതിയില്ല, ദൈവത്തിൽ നീതിയാണ് വരുന്നത്. കിഴക്ക് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ചൂടും വെളിച്ചവും സ്തോത്രം കടന്നു വന്നതുപോലെ നീതി സൂര്യൻ നിന്റെ ജീവിതത്തിൽ ഉദിക്കുന്ന ദിവസങ്ങളുണ്ട്. അനീതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു എങ്കിൽ നീതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന് വേണ്ടി നീ നിന്നാൽ മതി, ദൈവത്തിന് വേണ്ടി നീ ഓടിയാൽ മതി. ദൈവത്തിന് വേണ്ടി നീ ജീവിക്കുമ്പോൾ നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ഒരു ദൈവിക നീതിയുണ്ട്. സുജിത്ത് തന്നെ പറഞ്ഞു പഠിപ്പിച്ചതായ നല്ലൊരു സ്തോത്രം സാക്ഷ്യമുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മാറി ബാലരാമപുരത്ത് സ്തോത്രം, അതെ, അന്യമതത്തിൽ നിന്ന്, ക്രിസ്ത്യാനികളല്ല, ഒരു സഹോദരൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആ വീട്ടിൽ കുറേ പിള്ളേരുണ്ട്, പക്ഷെ ഒരു സഹോദരൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. വലിയൊരു സ്തോത്രം തറവാടിൽപ്പെട്ട ഒരു സഹോദരനായിരുന്നു. എത്രയോ ഏക്കറും ഹെക്ടറും അവർക്ക് സ്തോത്രം സമ്പാദ്യമുണ്ട്. പക്ഷെ യവൻ യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി ആ വീട്ടിലെ ഒരു മകൻ കടന്നു വന്നപ്പോൾ ആ വീട്ടിലെ വീട്ടുകാർ അവനെ എതിരായി തീർന്നു. ആമേ റൈറ്റ്? എന്നിട്ട് സ്തോത്രം ബാക്കിയുള്ള മക്കൾക്കെല്ലാം ആ ദേഷ്യത്തിൽ ഇവൻ ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞു ബാക്കിയുള്ള മക്കൾക്ക് ആക്സസ് ഉള്ള സ്തോത്രം ബസ് വരുന്ന, വാഹനം വരുന്ന ആ സ്തോത്രം പറമ്പിനെ പുരയിടത്ത് കൊടുത്തിട്ട് വഴിയില്ലാത്ത പിന്നാമ്പുറം മാത്രം അവന് കൊടുത്തു. വഴിയില്ലാത്ത പിന്നാമ്പുറം മാത്രം അവന് കൊടുത്തു. അപ്പൻ നീതി കൊടുത്തില്ല, അമ്മ നീതി കൊടുത്തില്ല. ഇവിടെ ഇരുന്ന ആരോ കണ്ണ് തുറന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ സാക്ഷി എങ്ങനെയാണ് ഇന്ന് രാവിലെ ഇയാൾ പറയുന്നത്? കേൾക്ക്, നിനക്ക് നീതി വരുന്നത് വീട്ടിൽ നിന്നല്ല, നിനക്ക് നീതി വരുന്നത് നാട്ടിൽ നിന്നല്ല. എന്നാൽ ഈ സഹോദരൻ വഴക്കുണ്ടാക്കാൻ പോയില്ല. താൻ ദൈവത്തിന് വേണ്ടി നിന്നു, മൗനമായിരുന്നു, പ്രാർത്ഥിച്ചു. കുറേ നാൾ കഴിഞ്ഞു. അപ്പോഴേക്കും ചങ്ങലയും സ്തോത്രം ഉദ്യോഗസ്ഥനും പോലീസും ഒക്കെ ആയിട്ട് ആൾക്കാർ ഒരു ദിവസം വന്ന് അവൻ്റെ പുരയിടത്തിൻ്റെ പിന്നാമ്പുറം ഇങ്ങനെ അളക്കുന്നത് കണ്ടു. അങ്ങനെ ഓടിപ്പോയി ചോദിച്ചു, എന്താ ഇവിടെ നടക്കുന്നത്? അവർ പറഞ്ഞു, ഇവിടെ വലിയൊരു ഹൈവേ വരാൻ പോവാ, ഇവിടെ ഒരു റോഡ് വരാൻ പോവാ. അപ്പം കൊടുക്കാത്തത് ചെറിയൊരു റോഡ്. പക്ഷേ ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കിയാൽ കന്യാകുമാരിക്ക് പോകുന്ന സ്തോത്രം ഹൈവേയുടെ സൈഡിലാണ്. ആമേ റൈറ്റ്? സ്തോത്രം. ആ സഹോദരൻ്റെ ആ പുരയിടം മനുഷ്യൻ അളന്നു തരും, ദൈവം അളക്കാതെ തരും. മനുഷ്യൻ അളന്നു തരും, ദൈവം അളക്കാതെ തരും. എങ്ങനെയാ ബ്രദറെ അത് പറഞ്ഞത്? കേക്ക്. സ്തോത്രം. അബ്രഹാം ഒരു തുരുത്തി വെള്ളം കൊടുത്ത്, കുറച്ചപ്പവും എണ്ണിക്കൊടുത്ത് ഹാഗറിനെയും കൊച്ചിനെയും പുറത്താക്കി അളന്നു കൊടുത്തു. ഒരു തുരുത്തി അളന്നു കൊടുത്തു വിട്ടു. എന്നാൽ മരുഭൂമിയിൽ ദൈവം ഉറവ തുറന്നു. മരുഭൂമിയിൽ ദൈവം ഉറവ തുറന്നപ്പോൾ
ദൈവം അളക്കാതെ കൊടുത്തു. നിങ്ങളുടെ ലൈഫിൽ ഇത് സാക്ഷ്യമായി വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. മനുഷ്യൻ നീതി തരാത്തെടുത്ത് നീതിയുള്ള ഒരു പിതാവുണ്ട്. അവൻ തൻ്റെ നീതിയെ നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ പോകുന്നു. നിൻ്റെ ഓഫീസിൽ, നിൻ്റെ സ്തോത്രം വർക്ക് പ്ലേസിൽ, നീ പഠിക്കുന്ന ഇടത്ത്, നിൻ്റെ ജീവിതത്തിൽ നീ ഒരു അനീതിയുടെ അടയാളമല്ല, പകരം നീതിയുടെ അടയാളമായി ദൈവകൃപയാൽ കർത്താവ് നിന്നെ നിർത്തുകയും നടത്തുകയും ചെയ്യുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. രണ്ട് കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. 11, ഹിസ് ഹെവൻലി ഫാദർ, അവൻ സ്വർഗസ്ഥനായ പിതാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ, എങ്ങനെയുള്ള ഒരു പിതാവ്? വായി തുറന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞേ, സ്വർഗസ്ഥനായ പിതാവ്, വെളിച്ചങ്ങളുടെ പിതാവ്, ആത്മാക്കളുടെ പിതാവ്, വിശുദ്ധനായ പിതാവ്, അതായത് പരിശുദ്ധ പിതാവ്, രഹസ്യങ്ങളുടെ പിതാവ്, മനസ്സലിവിൻ്റെ പിതാവ്, ആശ്വാസത്തിൻ്റെ പിതാവ്, സ്തോത്രം, അതെ, അനാഥരുടെ പിതാവ്, നിത്യപിതാവ്, മഹത്വത്തിൻ്റെ പിതാവ്, നീതിയുടെ പിതാവ്. സ്തോത്രം. മത്തായി സുവിശേഷം 6:9 അവൻ സ്വർഗസ്ഥനായ പിതാവ്. നമുക്കറിയാം ആ പ്രാർത്ഥന. സ്തോത്രം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഓക്കെ, പാരമ്പര്യ പ്രാർത്ഥന നമുക്കറിയാം. ഓക്കെ, അത് നത്തിങ് റോങ്, അത് പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, നിങ്ങളത് പ്രാർത്ഥിക്കുന്നത് നല്ലത്. സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ, സ്വർഗസ്ഥനായ, ഒരിക്കൽ കൂടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ പിതാവ് അർത്ഥം ഇതാണ്, അയ്യോ എൻ്റെ ഈ ലോകത്തിൽ ഒരപ്പനുണ്ട് കേട്ടോ, പോരാ, എൻ്റെ ഈ ലോകത്തിൽ ഒരമ്മയുണ്ട് കേട്ടോ, പ്രശ്നം. ലോകത്തിൽ അപ്പൻ ശരിയല്ല, അമ്മ ശരിയല്ല, വീട് ശരിയല്ല എന്നാര് പറയുന്നോ, കുഴപ്പമില്ലാത്ത നല്ലൊരു സ്വർഗത്തിലെ പിതാവുണ്ട്. ഈ എർത്തിലി റലത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ക്യാൻസൽ ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പന് കഴിയും. ഹലോ, നല്ലൊരു കുടുംബത്തിൽ ജനിച്ചില്ല. പലരും വന്ന് പറയുന്ന കംപ്ലൈൻ്റാണ്, വീട് നല്ലതല്ല, സ്കൂള് നല്ലതല്ല. നമ്മൾ ലയോളയിൽ പഠിച്ചിരുന്നെങ്കിൽ, അബിയെ പോലെ ലയോളയിൽ പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി പോയേനെ. അപ്പുറത്തെ ഹോളി ഏഞ്ചൽസ് ICSEയിൽ നന്ദൻകോട് പഠിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു. പക്ഷേ ശരിയായില്ല. എൻ്റെ വീട് ശരിയല്ല, എൻ്റെ അപ്പൻ ശരിയല്ല, എൻ്റെ നാട് ശരിയല്ല. ഞാൻ പറയട്ടെ, എന്തൊക്കെ കുഴപ്പങ്ങളുടെ ബർമുഡ ട്രയാങ്കിളിൽ നീ ജനിച്ച് വളർത്തപ്പെടും എന്ന് പറഞ്ഞാൽ, ഏറ്റവും സ്തോത്രം ആഴമുള്ള സ്ഥലത്ത് ജനിച്ചാലും there is a father. അവന് നിന്നെ പോക്കാൻ പറ്റും. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകട്ടെ. 27:10 പറയുന്നു, സങ്കീർത്തനം 27:10, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒരിക്കൽ കൂടെ പോയി കളഞ്ഞിരിക്കുന്നോ, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്തോത്രം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകള. ഇശായി ദാവീദിനെ ഉപേക്ഷിച്ചു എന്നാണ് സ്തോത്രം ദാവീദ് പറയുന്നത്. വായ്, എന്തുകൊണ്ടാണ് ഇശായി ദാവീദിനെ ഉപേക്ഷിച്ചത്? ഇശായി ഉണ്ടല്ലോ, അപ്പനുണ്ടല്ലോ, അപ്പൻ ഇശായി ആൾ ശരിയല്ല. പുള്ളിക്ക് അവൻ്റേതായ കുറച്ച് ചുറ്റിക്കളി ഉണ്ടായിരുന്നു. ആരും കയ്യോർത്തണ്ട, കേട്ടിരുന്നാൽ മതി. ഇശായി സ്തോത്രം കുറച്ച് ചുറ്റിക്കളിയുള്ള ഒരപ്പനായിരുന്നു. ഫാദേഴ്സ് ഡേ ഇശായി സ്തോത്രം ചുറ്റിക്കളിയുള്ളവരായിരുന്നു. അവന് ഒരു ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് തൽമൂദ് പറയുന്നത്, അല്ലെങ്കിൽ ചരിത്രം പറയുന്നത്. അതൊരു യൂറോപ്യൻ ലേഡിയായിരുന്നു. ഇവരായിരുന്നു പലസ്തീൻകാരാണ്, അല്ലെങ്കിൽ കനാൻ നാട്ടിൽ താമസിക്കുന്നവരാണ്. അവർ നമ്മെപ്പോലെ നല്ല കറുത്ത മുടിയുള്ള സ്തോത്രം ആൾക്കാരാണ്. പക്ഷേ മറ്റവരങ്ങനെയല്ല, യൂറോപ്യൻ ആൾക്കാരങ്ങനെയല്ല. കുറച്ചുകൂടെ വൈറ്റിഷ് ആയിരിക്കും, കുറച്ചുകൂടെ ബ്ലോണ്ട് ഹെയർ ആയിരിക്കും, ചെമ്പൻ മുടിയായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ലേഡിയിൽ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ സ്തോത്രം ദാവീദ് ജനിച്ചപ്പോൾ അവൻ്റെ മുടിയുടെ കളർ വ്യത്യസ്തമായിരുന്നു, അവൻ്റെ സ്തോത്രം തോലിൻ്റെ നിറവും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ സഹോദരങ്ങൾ നോക്കുന്നതായ സമയത്ത് അവൻ ആൾ വ്യത്യാസമാണ്. അതുകൊണ്ട് സഹോദരന്മാർ അവനെ വെറുത്തു, വീട്ടുകാർ അവനെ വെറുത്തു. ഇപ്പം മനസ്സിലായല്ലോ എന്തുകൊണ്ട് മറ്റുള്ളവർ വെറുത്തെന്ന് മനസ്സിലായല്ലോ. നീ അവരെ പോലെ അല്ല, അതുകൊണ്ടാണ് അവർ നിന്നെ വെറുത്തത്.
നീ അവരെ പോലെ ആയിരുന്നെങ്കിൽ അവർ വെറുക്കത്തില്ലായിരുന്നു. നീ അവരെ പോലെയല്ല. ദാവീദ് പറഞ്ഞു കാണാം, സ്തോത്രം, എൻ്റെ അപ്പൻ ശരിയല്ല, എൻ്റെ അപ്പൻ്റെ ചുറ്റിക്കളിയിലാണ് ഞാൻ ഇങ്ങനെ ആയത്. അതുകൊണ്ട് അപ്പൻ്റെ വീട്ടിലേക്ക്, ഇശായിയുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ പിള്ളേരും കറുത്ത മുടിയോടെ പാലസ്തീൻ കുട്ടികളായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കനാൻ നാട്ടിലെ പിള്ളേരായിരിക്കുമ്പോൾ, ഒരുത്തൻ മാത്രം ഏഷ്യയുമല്ല യൂറോപ്പുമല്ല എന്ന ക്രമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇശായിക്കൊരു നാണക്കേടായി. അപ്പോൾ സ്തോത്രം, ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുമായിരിക്കും, ഇശായിയേ ഇതാര്? അപ്പം ഇവൻ തൻ്റെ വീടിന് നാണക്കേടായതുകൊണ്ട് ആദ്യം വീടിന് പുറത്ത് നിർത്തി ഒരു മാനേജറായിട്ട്, മോനെന്ന് പറഞ്ഞില്ല. പിന്നെ ആൾക്കാർ കണ്ടുപിടിക്കുന്ന കണ്ടപ്പോൾ ഇവൻ്റെ കയ്യിൽ കുറച്ച് ആടിനെ ഏൽപ്പിച്ച് ഇവൻ തൊലയാനായിട്ട് ഇവനെ കാട്ടി പറഞ്ഞു വിട്ടു. യെസ്, തൊലയാനായിട്ട്, ഇവൻ നശിക്കാനായിട്ട്, സ്തോത്രം, സ്വന്തം വീട്ടുകാരെ ഇവനെ നാട്ടിൽ പറഞ്ഞു വിട്ടു. അപ്പം ദൈവം പറഞ്ഞു, കാട്ടിൽ പറഞ്ഞു വിട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഓഹോ, മനുഷ്യൻ നിന്നെ തള്ളിയല്ലേ ദാവീദേ, കരടിയും സിംഹമുള്ള ഈ കാടുണ്ടല്ലോ, നിൻ്റെ മസിൽസിനെ ബലപ്പെടുത്തുന്ന ഒരു പ്രാക്ടീസിങ് ഗ്രൗണ്ടാക്കി ഞാൻ തീർക്കാൻ പോവാ. ഹലോ, ഇതാണ് നിന്നിൽ ഇന്ന് ഈ ദിവസങ്ങൾ സംഭവിക്കുന്നത്. മനുഷ്യൻ നിന്നെ തള്ളിയതല്ല. താങ്ക് യു. മനുഷ്യൻ നിന്നെ തള്ളിയതല്ല, അല്ലെങ്കിൽ നിനക്ക് കഠിനമായ അവസ്ഥകൾ ഒരുക്കിയതല്ല. സ്തോത്രം, ദൈവം നിനക്ക് നന്മയ്ക്കായി തീർക്കാൻ പോകുന്നു. ദൈവം ഒരു വാരിയറാക്കി നിന്നെ തീർക്കാൻ പോകുകയാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിൻ്റെ വർഷിപ്പ് കുറഞ്ഞു പോകല്ല, നിൻ്റെ ആരാധന കുറഞ്ഞു പോകല്ല. അവൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി ഞായറാഴ്ച മാത്രം. ഓ ഖമാൻ, അവൻ്റെ സ്തുതി, ഓ ഖമാൻ, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ ഇരിക്കും. ആര് തള്ളിയാലും ആര് തകർത്താലും എൻ്റെ പൈസ അവർക്ക് മോട്ടിക്കാം, എൻ്റെ സമ്പത്തിനെ മോട്ടിക്കാം. സിക്ലാക്കിൽ വെച്ച് എനിക്കുള്ള സകല പൊസഷൻ അവർ കൊണ്ടുപോയി. പക്ഷേ എൻ്റെ സ്തുതിയെയും ആരാധനയും മാത്രം അവർക്ക് മോഷ്ടിപ്പാൻ കഴിഞ്ഞില്ല. എൻ്റെ ആരാധന അവർക്ക് മോഷ്ടിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ അപ്പൻ ഇശായിക്ക് തിന്മയുണ്ടായിരുന്നെങ്കിൽ, അപ്പൻ സ്തോത്രം നല്ലവനായിട്ടല്ല അവൻ രാജാവായത്, സ്വർഗത്തിലെ അപ്പൻ നല്ലവനായതുകൊണ്ട്. ഇന്ന് പകൽക്കാലം ഈ കഥ പറയാനല്ല, കഥ കേൾക്കാനല്ല വന്നത്, ദൂതിതാണ്. എർത്തിലി റിളത്തിലെ സകല തിന്മകളെ, അതാ എന്നെ കർത്താവ് പറഞ്ഞത്, ക്യാൻസലിങ് എവരി എർത്തിലി മാറ്റേഴ്സ്. 3 പദം എഴുതിയ, ക്യാൻസലിങ് എവരി എർത്തിലി മാറ്റേഴ്സ്. ഭൗമ മണ്ഡലത്തിൽ നിനക്ക് എന്തൊക്കെ തിന്മയുണ്ടോ, ഒരു വാൾ പോലെ ഈ ദൂത് വന്ന് അത് മുഴുവനെ അറുത്ത് മാറ്റുകയാണ്. അപ്പൻ കുഴപ്പക്കാരനാണ്, അമ്മ കുഴപ്പക്കാരമാണ്, വീട് മുഴുവൻ കുഴപ്പമാണ്. എത്ര വലിയ കുഴപ്പം ആർക്കൊക്കെ ഉണ്ടെങ്കിൽ സ്വർഗസ്ഥനായ അപ്പൻ പറയുന്നു, മക്കളെ, നീ എന്നിൽ ചാരുമ്പോൾ, നീ എന്നിൽ ജീവിക്കുമ്പോൾ, ഞാൻ തിരിച്ചറിയാൻ കഴിയാത്തൊരു പ്രക്രിയ നിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ഇശായിയുടെ വീട്ടിൽ എല്ലാവരും ഇടയന്മാരാണ്. ഇശായിയുടെ വീട്ടിൽ പൊങ്ങിയാൽ മാക്സിമം ശൗലിൻ്റെ പട്ടാളക്കാരായി പൊങ്ങാം. കേട്ടില്ല, ഒരിക്കൽ ഇവിടെ പറയാം. ഇശായിയുടെ വീട്ടിൽ എല്ലാവരും ഇടയന്മാരാണ്. ഇശായിയുടെ വീട്ടിൽ മാക്സിമം ഉയർന്നാൽ ശൗലിൻ്റെ പട്ടാളക്കാരായി വരാം. പക്ഷെ നീ ആ വീട്ടിൽ ജനിച്ചു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ, നീ ആ കുടുംബക്കാരനല്ല എന്ന് പറയത്തക്ക വിധത്തിൽ നിന്റെ സ്റ്റാറ്റസ് മാറ്റി ഞാൻ നിന്നെ ഉയർത്തുവാൻ പോകുന്നു. നിന്റെ സ്റ്റാറ്റസ് മാറ്റി ഞാൻ നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം ഇന്ന് പകൽ മുതൽ നിന്നിൽ വെളിപ്പെടുന്ന സ്റ്റാറ്റസ് എർത്തിലി അപ്പൻ്റെ സ്റ്റാറ്റസ് അല്ല, ഹെവൻലി ഫാദർ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്റ്റാറ്റസിൽ
ദൈവം നിന്നെ മാറ്റുവാൻ വേണ്ടി പോകുന്നു. രണ്ടുപേരെ തൊട്ട് പറയാൻ എൻ്റെ സ്റ്റാറ്റസ് മാറുകയാണ്. പെട്ടെന്ന് പറഞ്ഞേ, എൻ്റെ സ്റ്റാറ്റസ് മാറുകയാണ്. നിൻ്റെ എർത്തിലി ഫാദറിൻ്റെ സകല സ്റ്റാറ്റസ്, അപ്പം തന്നിട്ട് പോയ എല്ലാ തിന്മകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അപ്പന്മാർ തന്നിട്ട് പോയ ക്യാൻസറുകൾ ഇന്ന് പകൽ വിട്ടുമാറട്ടെ. അപ്പന്മാർ തന്നിട്ട് പോയ ഡയബറ്റിക് കം ഓൺ ഇൻ ജീസസ് നെയിം, കം ഓൺ ഇൻ ജീസസ് നെയിം. അപ്പന്മാർ തന്നിട്ട് പോയ ഹൃദയരോഗം വിട്ടുപോകട്ടെ. അപ്പന്മാർ തന്നിട്ട് പോയതായ സകല ഡയബറ്റിക് യേശുവിൻ്റെ നാമത്തിൽ, ഹൈപ്പർ ടെൻഷൻ വിട്ടുപോകട്ടെ. എല്ലാ അപ്പന്മാർ തന്നിട്ട് പോയി, അമ്മമാർ തന്നിട്ട് പോയി എന്ന് പറയുന്ന പാരമ്പര്യ കെട്ടുകൾ ഉയർത്തെഴുന്നേറ്റ മേശിഹായുടെ യേശുവിൻ്റെ നാമത്തിൽ വേരോടെ 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 പിഴുതു മാറട്ടെ. കരങ്ങളെ അടിച്ച് മണ്ണിന്റെ തിന്മകളെ മുഴുവൻ ഇതാ കർത്താവ് ക്യാൻസൽ ചെയ്യുന്നു. നിങ്ങൾ കേട്ടില്ല? മണ്ണിന്റെ എല്ലാ തിന്മകളെ ക്യാൻസൽ ചെയ്തിട്ട്, മണ്ണിന്റെ തിന്മകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തിട്ട് വിണ്ണിന്റെ നന്മകളെ ദൈവം നിന്നിൽ നിറയ്ക്കുന്നു. ഓഹോ ശലൈഖബാ സഠീനിരാ ലഗജന പ്രഭുഷ്യ ധുലിയാന്തരിയാശ ജോബദന മൗഷ്യാന്തലന മഹുസേഠനരിയാശ ഉറേഖമന ഹസീനിയാന്തലന മഹുനിയം സേഖജനദിയാശ. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ചുറ്റും ഇരിക്കുന്ന ഈ കുട്ടികളെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, ആ കുടുംബത്തിൽ, ആ തറവാട്ടിൽ നീ ജനിച്ചുവെന്ന് അവിശ്വസനീയമാകും വണ്ണം ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. അവിശ്വസനീയമാകും വണ്ണം. ആ ഭവനങ്ങളിലെ ആദ്യത്തെ ആ പ്രത്യേക ഡിഗ്രി പ്രാപിക്കുന്നത് നീ ആയിരിക്കും. ആ ഭവനത്തിലെ ആദ്യത്തെ മിഷണറി നീ ആയിരിക്കും. ആ ഭവനത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ മിനിസ്ട്രി നിനക്കായിരിക്കും. ആ തറവാടിലെ ആദ്യത്തെ ഉന്നതനായ ആ വ്യക്തി നീ ആയിരിക്കും. അന്ന് നീ പൂർണ്ണ വേദപുസ്തകമായി ഈ പുസ്തകം ഉയർത്തി പറയും, ഞാൻ ആകുന്നത് കർത്താവ് യേശുവിൻ്റെ കൃപയാലാണ്. കാരണം എനിക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. സ്വർഗസ്ഥനായ പിതാവുണ്ട്, ഹെവൻലി ഫാദർ. ഫൈനലി ഞാൻ പറഞ്ഞെടുത്ത്, ഹീസ് എ പെർഫെക്റ്റ് ഫാദർ. ഹീസ് എ പെർഫെക്റ്റ് ഫാദർ. ഹീസ് എ പെർഫെക്റ്റ് ഫാദർ. ഈ റൂമിൽ ഒരൊറ്റ പിതാവിന് അവകാശപ്പെടാൻ കഴിയത്തില്ല ഐ എം എ പെർഫെക്റ്റ് ഫാദർ എന്ന്. ഭൂമിയിലുള്ള ഏത് പിതാവാണ്, അത് ഡൊണാൾഡ് ട്രംപ് ആണോ ജോ ബൈഡൻ ആണോ, ആർക്കും പറയാൻ കഴിയത്തില്ല ഐ എം എ പെർഫെക്റ്റ് ഫാദർ. എന്നാൽ സ്വർഗത്തിലെ എൽ എലിയോൻ, എൽ ഷഡായ്, അഡോനായ്, സ്വർഗത്തിൽ അവനെ വിളിച്ചപ്പോൾ അവൻ ഇപ്പോൾ താഴേക്ക് നോക്കുക. ഒരിക്കൽ കൂടെ പറ, ഒരിക്കൽ കൂടെ അഡോനായ് പറ പറ ശബ്ദം ഉയർത്തി. എന്തോ ഞാൻ പറഞ്ഞേ? ആ എൽ എലിയോൻ പറഞ്ഞേ, എൽ എലിയോൻ. യെസ്, എൽ ഷഡായ്. യെസ്, അവൻ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഞാൻ നീ പെർഫെക്റ്റ് എന്നാ ഈ പിള്ളേർ പറഞ്ഞേ. അങ്ങയുടെ മക്കൾ പറഞ്ഞ അങ്ങ് പെർഫെക്റ്റ് എന്നാണ്. അങ്ങയുടെ മക്കൾ പറഞ്ഞത് നീ പെർഫെക്റ്റ് ആയ അപ്പനാണ്. അങ്ങയിലൊരു കുഴപ്പമില്ല. അങ്ങ് ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല. അങ്ങൊരിക്കലും തെറ്റ് ചെയ്യത്തില്ല. എത്ര പേർ പറയൂ? അങ്ങൊരിക്കലും തെറ്റ് ചെയ്യത്തില്ല. അങ്ങ് തിന്മയ്ക്കായി ഒന്നും ചെയ്യത്തില്ല. നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്നവനായ ദൈവം തിന്മയ്ക്കായി, അബദ്ധങ്ങൾ നിന്നെ കൊണ്ടുവന്നിടത്തില്ല. അവൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ സകലത നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്. അവൻ ഒരിക്കലും തിന്മ ചെയ്യുന്നില്ല, സകലത നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവൻ. പെർഫെക്റ്റ് ഫാദർ, പെർഫെക്റ്റ് ഫാദർ, പെർഫെക്റ്റ് ഫാദർ. മത്തായി 5:48 പറയുന്നു, സ്തോത്ര, ഹീസ് എ പെർഫെക്റ്റ് ഫാദർ. നിങ്ങളുടെ സൽഗുണ, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്നത് പോലെ, സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണായിരിക്കുന്ന പോലെ, 12 അവൻ പെർഫെക്റ്റ് ഫാദർ എന്ന്. ലോകത്തിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഫാദറുണ്ട്. ആ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഫാദറിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അയാൾ ശപിക്കും. ഇംപെർഫെക്റ്റ് ഫാദർ ശപിക്കും, പെർഫെക്റ്റ് ഫാദർ അനുഗ്രഹിക്കും. അയ്യോ, ചില പപ്പന്മാർ ഞെട്ടിയല്ലേ? ആ ബൈബിൾ പറയുന്നു, ഞാനല്ല പറയുന്നത്. അടുത്ത ആഴ്ച വരാതിരിക്കല്ലേ, ഞാനല്ല പറയുന്നത്. ഇംപെർഫെക്റ്റ് ഫാദർ, സ്തോത്രം, പിള്ളേരെ ശപിക്കും. എങ്ങനെ പറയാൻ കഴിയും? ഉൽപ്പത്തി പുസ്തകം 49:7 യാക്കോബ് തൻ്റെ 12 പുത്രന്മാരെ പിടിച്ചു നിർത്തിയിരിക്കുക. യാക്കോബ് വയസ്സായിരിക്കുക. യാക്കോബ് വയസ്സായ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ധരിച്ച്, സ്തോത്രം, തൻ്റെ പിള്ളേരെ പിടിച്ചു നിർത്തിയിട്ട്, സ്തോത്രം, അതെ, ലേവി അങ്ങ് ശപിച്ചു. പക്ഷെ അത് വായിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു, ഹേ ഓൾഡ് മാൻ, ഓൾഡ് മാൻ, വയസ്സാ, നീ പിള്ളേരെ ശപിക്കാൻ നീ എന്നെ പെർഫെക്റ്റ് ആണ് എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു.
49 അധ്യായത്തിൽ. കാരണം നിന്റെ ചുറ്റിക്കളിയൊക്കെ ഞങ്ങൾക്കറിയാം, നിന്റെ ചുറ്റിക്കളി ഞങ്ങൾക്കറിയാം. നിന്റെ തലയിൽ കല്ല് വെച്ച ആ കല്ലിനും ആ യാബോക്ക് കടവിനും ഇടയ്ക്ക്, ആ കല്ലിനും വെള്ളത്തിനും ഇടയ്ക്ക്, അത് വേറെ പ്രസംഗമാണേ, ആ കല്ലിനും ആ വെള്ളത്തിനിടയ്ക്ക് നിന്റെ ചുറ്റിക്കളി ഞങ്ങൾക്കറിയാം. Rachel in the morning, Rachel in the noon time, Rachel when the sun goes down. നിന്റെ ചുറ്റിക്കളി ഞങ്ങൾക്കറിയാം. പക്ഷെ നിനക്കെങ്ങനെയാ ഇവനെ ശപിക്കാൻ പറ്റുന്നേ? ഇവാൻസ് ബ്രദർ കമോൺ ഒന്ന് ചിരിക്കുക. സോ എങ്ങനെയാ ഈ പിള്ളേരെ ശപിക്കാൻ പറ്റുന്നത്? പക്ഷേ സ്തോത്രം, അതെ, ഈ അപ്പൻ ലേവിയെ ശപിച്ചു, അടിയോ ഉള്ളു പിടഞ്ഞു. ലേവി അപ്പൻ ശപിച്ചെന്ന, അത് ലേവി മാത്രമല്ല, അതെൻ്റെ കാര്യം കൂടിയാണ്. എൻ്റെ വീട്ടിൽ കൂടെ ഇരുന്ന് എൻ്റെ അപ്പനും എന്നെ ശപിക്കുന്നു. നീ ശരിയല്ല, നിൻ്റെ തീരുമാനങ്ങൾ ശരിയല്ല, നീ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞ് എന്നെ ശപിക്കുന്നു. ലേവി അപ്പനാൽ ശപിക്കപ്പെട്ടു. പക്ഷെ ആ ശാപത്തിൽ അവൻ ജീവിച്ചില്ല, അവൻ ആ പെയിനിൽ ജീവിച്ചില്ല. ഒരു ദിവസം മോശ ചോദിച്ചു, യഹോവയ്ക്കുള്ളവൻ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ. പുറപ്പാട് 32 ആ പ്രശ്നം, ആ അപ്പൻ കൊടുത്ത ശാപം, അപ്പൻ കൊടുത്ത ശാപവുമായി അവൻ യഹോവയുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ലോർഡ്. നമുക്കൽക്കാലം ദൂത് ഇതാണ്, മറ്റുള്ളവർ നിൻ്റെ തലയെ പിടിച്ചു തന്നതായ തിന്മകളുണ്ടല്ലോ, അത് ചുമന്ന് ജീവിക്കല്ല. മറ്റുള്ളവർ നിനക്കെതിരെ പറഞ്ഞത്, നീ നിൻ്റെ പോക്കറ്റിൽ അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നോ 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 നോ, ദർ ഇസ് എൻ എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു എക്സ്ചേഞ്ച്. തിന്മകളെ കൊടുത്താൽ നന്മകളെ തിരിച്ചു തരുന്ന ഒരു എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു എക്സ്ചേഞ്ച് കൗണ്ടർ ഉണ്ട്. അതിൻ്റെ പേരാണ് ക്രൂശ്. ഹലോ, അവിടെ പോയി തിന്മകളെ കൊടുത്താൽ നന്മകളെ തരും. വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം, അതേ, രൂപ കൊടുത്താൽ ഡോളർ തരുന്ന പോലെ, വിദേശ നാണ്യം തരുന്നത് പോലെ അപ്പൻ തന്ന അമ്മ തന്നതായ തിന്മകളെ നീ കൊടുക്കുമ്പോൾ ദൈവം അതിനെ നന്മകളാക്കുന്ന. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, തിന്മകൾ നന്മകളാകട്ടെ. പറഞ്ഞ എന്താണ് തിന്മകൾ? അപ്പൻ ശപിച്ചു. സ്തോത്രം, ആ ശാപത്തെ കൊണ്ടുപോയി അതെ ലേവി പറഞ്ഞു, ഐ വിൽ സ്റ്റാൻഡ് ഫോർ മൈ ലോർഡ്. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ദൈവം ആ ശാപത്തെ മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചത്? കേൾക്ക്, ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുന്ന അതാ. സ്തോത്രം, ആ ശാപത്തെ മാറ്റിയിട്ട് ആ ശാപത്തിന് പകരം ദൈവം അവനെ അനുഗ്രഹിച്ചു. അങ്കിൾ എങ്ങനെ പറവാൻ തക്കൊണ്ട് കഴിയും ദൈവം അവനെ അനുഗ്രഹിച്ചെന്ന്? ആ വീട്ടിൽ പബ്ലിക്കലി എല്ലാവരും കേൾക്കേ, ശാപം കേട്ടതായ ലേവിയെ ആ കുടുംബത്തിൻ്റെ നടുവിൽ എല്ലാവരും കാണുകേ, ലേവിയെ പുരോഹിതനായി അഭിഷേകം ചെയ്ത് ആ വീട്ടിൽ ആദ്യം അഭിഷേക തൈലം വീണത് മൂത്തവൻ്റെ മേലല്ല, രൂപേൻ്റെ മേലല്ല, ഇടയ്ക്കുള്ളതായ ലേവിയുടെ മേലാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി മക്കളെ, സർപ്രൈസായി ഇടയ്ക്ക് നിന്ന് ലേവിയെ വലിച്ചെടുത്ത് അവനെ ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ തിരുവനന്തപുരം ബുദ്ധി ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ ഇടയ്ക്ക് സർപ്രൈസായി എവനെ അനുഗ്രഹിച്ചത്? കർത്താവ് പറഞ്ഞു, സ്തോത്രം, യവനെയാണ് അപ്പൻ ശപിച്ചത്. മനുഷ്യൻ തിന്മയായി ശപിച്ചതിനെ ഞാൻ അനുഗ്രഹിച്ചു. ആ കുടുംബത്തിന് ഇപ്പം യവൻ അനുഗ്രഹമായി, ആ കുടുംബത്തിന് യവൻ അനുഗ്രഹമായി. യെസ് സംഭവിക്കുന്നു. നിന്റെ വീട്ടിന് നീ അനുഗ്രഹമാണ്, നിന്റെ കസിൻസിന് നീ ഭയങ്കര അനുഗ്രഹമാണ്, നിന്റെ ബന്ധുജനത്തിന് നീ അനുഗ്രഹമാണ്. നിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ വലിയ അനുഗ്രഹമാകാൻ പോകുന്നു. ഇന്ന് രാവിലെ ഇത് ധ്യാനിക്കുമ്പോൾ കർത്താവിൽ എനിക്ക് മനസ്സിലായത്, അമേരിക്കയിലോ യൂറോപ്പിലോ നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ ഉള്ള വേറെ ഏതോ ഒരു ദൈവദാസനല്ല നിൻ്റെ വീട്ടുകാരുടെ, നിൻ്റെ ബന്ധുക്കളെ കെട്ടുകൾ അഴിക്കുവാൻ പോകുന്നത്. നിനക്ക് ഒരു സ്പെഷ്യൽ മിനിസ്ട്രി ദൈവം തരുവാൻ വേണ്ടി പോകുന്നത്. നിന്റെ ബന്ധുക്കളുടെ ബന്ധനങ്ങളെ അടിക്കുവാൻ, നിന്റെ സ്വന്തക്കാരുടെ കെട്ടുകളെ അടിപ്പാൻ കർത്താവ് ശക്തമായി നിന്നെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുന്നു. അത് വിശ്വസിക്കുന്നവർ 2 മിനിറ്റ് വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് 2 മിനിറ്റ്. കമാൻ ശക്തിയോടെ. സ്വന്തക്കാരുടെ മുൻപിൽ, ബന്ധുക്കളുടെ മുൻപിൽ നിനക്കൊരു സ്പെഷ്യൽ മിനിസ്ട്രി ഉണ്ട്. ആർക്കും വേണ്ടേ?
എനിക്കുള്ള യേശുവിനെ ആർക്കും കൊടുക്കത്തില്ലെന്നുള്ള സ്വാർത്ഥരാണോ നിങ്ങൾ? ഒരിക്കൽ കൂടെ, സ്വന്തക്കാരുടെ നടുവിൽ, ബന്ധുക്കളുടെ നടുവിൽ ശക്തിയോടെ ദൈവം നിങ്ങളെ നിർത്തുവാൻ വേണ്ടി പോകുന്നു. അന്നിച്ചവരുടെ നടുവിൽ അഭിഷേകം തന്ന മാനിച്ച്, അന്നിച്ചവരുടെ നടുവിൽ അഭിഷേകം തന്ന മാനിച്ച് ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുകയാണ്. അപ്പൻ സഹോദരങ്ങളുടെ നടുവിൽ ഏറ്റവും കൂടുതൽ ശപിച്ചത് ലേവിയാണെങ്കിൽ, ഇപ്പോൾ അത് അഭിഷേകം ചുമന്ന് അവൻ എഴുന്നേറ്റ് നിന്ന് യാഗം കഴിച്ച് ആരാധന കഴിച്ച് മടങ്ങിപ്പോകുന്ന 12 ഗോത്രങ്ങളെ ലേവ്യൻ കൈനീട്ടി അനുഗ്രഹിക്കുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ നടുവിൽ അവൻ കൈനീട്ടി അനുഗ്രഹിക്കുകയാണ്. സ്തോത്രവൻ പറയും, ആ ശാപം പണ്ടേ പോയി, ഞാനിപ്പോൾ അനുഗ്രഹം ചുമക്കുന്നു. മറ്റുള്ളവർക്ക് ഞാനൊരു അനുഗ്രഹമായിരിക്കുന്നു. കാരണം there is a father in heaven. I'm a child of God. ഞാൻ സ്വർഗത്തിലെ അപ്പൻ്റെ മകനാണ്. ഞാൻ അപ്പൻ്റെ മകനായതുകൊണ്ട്, അപ്പൻ്റെ മകളായതുകൊണ്ട് ഞാൻ ശാപം ചുമന്നല്ല ജീവിക്കുന്നത്, പകരം ഞാൻ അനുഗ്രഹം ചുമന്നാണ് ജീവിക്കുന്നത്.